Hello, good morning. Good morning, Anila, Anandakrishnan. Good morning, ma'am. Krishnapriya. Ma'am. ഒരു മോഡൽ എക്സാം കഴിഞ്ഞില്ലേ? മാം കഴിഞ്ഞു. ഒരെണ്ണം ഒരു 3 ചാപ്റ്റർ കഴിഞ്ഞു. നന്നായിരുന്നോ എക്സാം ഒക്കെ? കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ഒരു പേടിയൊക്കെ ഏകദേശം ഇച്ചിരിയൊക്കെ മാറിയിട്ടുണ്ടാവുമല്ലോ? ഒരു ധാരണയായി. ഒരു ധാരണയായി എങ്ങനെയാണ്. അതാ ഞാൻ പറഞ്ഞത്. ഒരു എക്സാം ഒക്കെ നമ്മൾ എഴുതി കഴിയുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് ഒരു നോളജ് കിട്ടും. എങ്ങനെയാണ് എക്സാം, ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വരിക, ഏത് ടൈമിങ്ങിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. നമ്മളെ ഭയങ്കര ഇപ്പൊ നമുക്കറിയാം ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് എത്ര സബ്മിറ്റ് ചെയ്തിട്ട് എല്ലാവരും ചില ആൾക്കാർ പെട്ടെന്ന് വിത്തിൻ 10 minutes ഒക്കെ ചില കുട്ടികൾ സബ്മിറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ടെൻഷൻ ആവും, അയ്യോ അവരുടെയൊക്കെ നമ്മൾ തീർന്നില്ലല്ലോ അല്ലെ. അപ്പൊ അതൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പൊ പിന്നെ തന്നെയല്ല കുറച്ച് ഗ്യാപ്പൊക്കെ ഉള്ള പഠിക്കാനൊക്കെ പോയിട്ട് കുറച്ച് ഗ്യാപ്പ് എടുത്തിരിക്കുന്ന ആളുകളാണെങ്കിലും അവർക്കും ഭയങ്കര ടെൻഷൻ. എല്ലാവരും ചെയ്ത് സബ്മിറ്റ് ചെയ്തു, അയ്യോ എനിക്ക് തീർന്നിട്ടില്ല, അപ്പൊ ടെൻഷൻ. 50 minutes ആണ് ടേം എക്സാമിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ആകെ പേടിച്ച് ആകെ അവശതയായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആൻസേഴ്സ് വരെ ചിലപ്പോൾ നമ്മുടെ അത്തരം ഒരു ടെൻഷൻ കൊണ്ട് കെയർലെസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് പോലും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ ഒക്കെ കിട്ടുക എന്നുള്ളതാണ് മോഡൽ എക്സാമിന്റെ ഒരു ഉദ്ദേശം. അപ്പൊ നിങ്ങൾ ഒരു ടേം എക്സാം കഴിഞ്ഞു, ഇനി അടുത്ത ടേം ഇപ്പൊ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ ടീച്ചേഴ്സിന്റെയും കവർ ചെയ്ത് കഴിഞ്ഞു ഐ തിങ്ക് അല്ലെ? കഴിയാറായില്ലേ? എനിക്ക് ഒരു ഞാൻ എന്റെയും ഇപ്പൊ കഴിയാറായിരിക്കുകയാണ്. ദാറ്റ് മീൻസ് എനിക്ക് ഒരു ലാസ്റ്റ് ഒരു 1.5 pages ആണ് എടുക്കാനുള്ളത്. അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക്സും ഏകദേശം തീരാറായി. അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ അതൊന്ന് അതെന്താ പറയാ സമയം ഉപയോഗിച്ച് നിങ്ങൾ അതൊക്കെ പഠിച്ച് കുറച്ചും കൂടിയൊക്കെ നമ്മൾ എന്തെങ്കിലും തരത്തില് നമുക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് എക്സാമിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്ത് കുറച്ചും കൂടി നല്ല രീതിയിൽ പരീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഇതിപ്പോ 1, 2, 3 3 ചാപ്റ്റേഴ്സ് അടങ്ങുന്ന ഈ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇത് എന്താ പറയാ ചിലത് ഇപ്പൊ നമുക്കറിയാം 2nd ചാപ്റ്റർ, 5th, 6th അല്ലെ, ഇതൊക്കെ ഭയങ്കര ലെങ്തി ചാപ്റ്റേഴ്സ് ആണ്. 3 എണ്ണം ഭയങ്കര വലുതാ, 3 എണ്ണം ഇച്ചിരി ചെറുതാ. അപ്പൊ കമ്പയർ ചെയ്യുമ്പോ ഇതിനകത്ത് തന്നെ കുറെ എന്താ പറയാ പല ടോപ്പിക്സും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ശരിക്കും ഒരു മൊഡ്യൂളാണ്. അപ്പൊ ആ മൊഡ്യൂളുകളുടെ എക്സാംസ് വരുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. കാരണം ആ കുറച്ച് മൊഡ്യൂളിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനും അല്ലെങ്കിൽ നിങ്ങൾ ഇനി എന്തൊക്കെ കുറവുകൾ നിങ്ങൾക്ക് കഴിഞ്ഞ മോഡൽ എക്സാം എഴുതിയപ്പോൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ഇല്ലാണ്ടാക്കി ആ വന്നിരിക്കുന്ന തെറ്റുകളൊക്കെ ഒഴിവാക്കി കുറച്ചും കൂടി നല്ല രീതിയിൽ ആ എക്സാംസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതിന് നിങ്ങൾക്ക് സമയമൊക്കെ തന്നിട്ടുണ്ട്, ടൈം ടേബിൾ ഒക്കെ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ആ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങളും ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാം എക്സാമിന് വേണ്ടിയിട്ട്. മോക്ക് ടെസ്റ്റുകൾ തന്നിരിക്കുന്നത് അറ്റൻഡ് ചെയ്യാം. പിന്നെ എന്താ പറയാ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽസ് ഡിപ്പെൻഡ് ചെയ്ത് മോഡൽ എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്യുമോന്ന് ഒന്ന് ചോദിക്കുന്നത് കേട്ടോ. ചെയ്യുകയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ചെയ്യും, അതല്ല എങ്കിൽ എനിക്കറിയില്ല. മേ ബി അതിനെ കുറിച്ച് ഒരു ഇതിൽ എത്തിയിട്ടാണ് ഞാൻ പറയാം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കി നിങ്ങളുടെ എക്സാംസ് ശരിയായ എക്സാം മെയിൻ എക്സാമിനെ നിങ്ങൾ ചെയ്യാട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കുറച്ച് ഇത്രയും ഒരു സൗകര്യത്തിലാണ് ബോർഡ് ഈ എക്സാംസ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. 4 എണ്ണം ഇത് ചെയ്തപ്പോ തന്നെ കുറെ ഡിവൈഡ് ചെയ്തേക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പോർഷൻസ് കുറച്ചും കൂടി എന്ത് ചെയ്യും, കുറച്ചുകൂടി കുറയും. ഓക്കെ, അപ്പൊ അപ്പൊ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർഡ് ആകാൻ പറ്റും. ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യാം, അതും ആവശ്യമാണ്. കാരണം നമ്മൾ എക്സാമിന് വേണ്ടി മാത്രം പഠിക്കരുത്. ആ രീതി മാത്രമായി കഴിഞ്ഞാൽ എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യും. പക്ഷേ ഇഫ് യു ആർ ഗോയിങ് ഫോർ ആൻ ഇന്റർവ്യൂ, HRMന്റെ ഒരു ഇന്റർവ്യൂവിനൊക്കെ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ അതിന്റെ ഉള്ളിലൊക്കെ നമ്മൾ കേട്ട കാര്യങ്ങൾ അയ്യോ കേട്ടതല്ല എവിടെയും കണ്ടു, അയ്യോ അത് ഓർത്തെടുക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടരുത്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഉള്ളിലുള്ള ടോപ്പിക്സുകളൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് റെഫർ ചെയ്തുകൊണ്ടിരിക്കാം എക്സാമിന് വേണ്ടി. അത് കഴിയുമ്പോഴൊക്കെ നിങ്ങളൊരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാൻ കിട്ടുന്നത് വരെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഇടയ്ക്ക് റെഫർ ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ ഉള്ളിലൊക്കെ എന്താണ് അതിന്റെ കണ്ടന്റുകൾ,
നമുക്ക് എക്സാമിന് വേണ്ടി ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആ രീതിയിലുള്ള എന്താ പറയാ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നേക്കണേ. അതേസമയം നമുക്ക് ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ ചിലപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ യു ഹാവ് ടു ആൻസർ അല്ലെ, നിങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് ഏത് രീതിയിലുള്ളതാണോ അതനുസരിച്ച് ഒന്ന് വായിച്ചുകൊണ്ടേ ഇരിക്കുക ഇടയ്ക്കിടയ്ക്ക്. എക്സാം കഴിഞ്ഞാലും നമുക്കൊരു ജോലി കിട്ടുക എന്നുള്ളത് ഉദ്ദേശമാണ്, നമ്മുടെ ലക്ഷ്യമാണല്ലോ. അപ്പൊ അത് കിട്ടുന്നത് വരെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് റെഫർ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ എക്സാമുകളൊക്കെ നിങ്ങൾ നന്നായി എഴുതിയെന്ന് എന്താ പറയാ വിശ്വസിക്കുകയാണ്. ഇനിയും എന്തെങ്കിലും പോരായ്മകൾ നിങ്ങളുടെ ആ എക്സാംസിൽ നിങ്ങൾക്ക് വരുന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് അടുത്ത മെയിൻ എക്സാം വരുമ്പോ, ഇത് ഇനി ഒരു സെക്കൻഡ് മോഡൽ എക്സാം കൂടി ഉണ്ട് അടുത്ത പാർട്ടിന്റെ സെക്കൻഡ് ടേം ആയിട്ട്. ആ എക്സാമും കൂടി നിങ്ങൾ കണ്ടക്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നമ്മളുടെ പോരായ്മകൾ തെറ്റുകളൊക്കെ മനസ്സിലാകും. അതനുസരിച്ച് അതിനൊക്കെ ക്ലിയർ ചെയ്ത് മെയിൻ എക്സാം ആകുമ്പോഴേക്കും നമ്മൾ റിഫൈൻഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ എല്ലാ തെറ്റുകളും നമ്മൾ മനസ്സിലാക്കി ഇത് ഞാൻ എന്തായാലും തെറ്റിക്കില്ല, ഇതിനൊക്കെ ഞാൻ ആൻസേഴ്സ് കൊടുക്കും എന്ന രീതിയിലേക്ക് എത്തണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു രൂപീകരണം, ഫോർമേഷൻ ആണ് ശരിക്കും പറഞ്ഞ ഈ മോഡൽ എക്സാംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി അത് ചിലപ്പോ പറയാനൊക്കെ നമുക്ക് പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോഴേ തന്നെ അത് പറയുന്നത്. നിങ്ങളുടെ എക്സാം നിങ്ങൾ കൊടുത്തു, നന്നായി എഴുതിയവരുണ്ടായിരിക്കാം, ചില എന്തെങ്കിലും മിസ്റ്റേക്സ് കൊണ്ട് ചില നമ്മള് എന്താ പറയാ ചിലപ്പോൾ ഇന്നതാണ് ആൻസർ എന്ന് വിചാരിച്ച് മറ്റൊരു എന്താ പറയാ അതായത് കൺഫ്യൂസ്ഡ് ആകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നമ്മളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാകാം ചില ആൻസേഴ്സ്. സോ അതൊക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾ അടുത്ത എക്സാമിന് മെയിൻ എക്സാമിന് മസ്റ്റ് ആയിട്ടും അതൊക്കെ ട്രൈ ചെയ്ത് വേണം പോകാനായിട്ട്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി ടൈം ടേബിൾ ഒക്കെ ഓൾറെഡി തന്നിട്ടുണ്ട്. നിങ്ങളും ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ഒരു ദിവസത്തിൽ ഇത്ര സമയമെങ്കിലും നമുക്ക് അതിന് പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുക. എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഡ്യൂട്ടീസ് ഉണ്ട്, ജോലിക്ക് പോകുന്നവരുണ്ട്, ഹോമിലാണെങ്കിൽ നമുക്ക് ഓരോ ജോലികളുണ്ട്, കുട്ടികളെ പഠിപ്പിക്കണം. അതിനിടയ്ക്ക് ഇപ്പൊ കുട്ടികളെ പഠിപ്പിക്കലൊക്കെ ഒരു 10 ദിവസത്തേക്ക് നമ്മൾ റിലാക്സ്ഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി കിട്ടിയിരിക്കുന്നത് അല്ലെ. പിന്നെ ഇനി സ്കൂളൊക്കെ റീഓപ്പൺ ചെയ്തിട്ട് പഠിപ്പിച്ചൊക്കെ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ പരീക്ഷയൊക്കെ ഏകദേശം കഴിയും അല്ലെ. അപ്പൊ അതനുസരിച്ചൊക്കെ നിങ്ങൾ പ്രിപ്പയർഡ് ആക്കുക. ഓക്കെ, സോ ഞാൻ അതൊന്ന് ആളുകള് സ്റ്റുഡൻസ് വളരെ കുറവാണ്, വളരെ കുറവെന്നൊക്കെ ഇപ്പൊ ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോ ആളുകൾ ഇല്ല എന്ന് തന്നെ പറയാം. 6 കുട്ടികളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ കാണാത്തത് കൊണ്ട് കൂടി ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമ്മള് ഈ പഠിച്ചിരിക്കുന്ന ഭാഗത്തിന്റെ ഏകദേശം ഒരു ലാസ്റ്റ് പോർഷനിലാണ് നിൽക്കുന്നത് അല്ലെ. എവിടെയാണ് പഠിച്ചു നിർത്തിയെന്ന് വല്ല ഓർമ്മയുണ്ടോ? ഏത് സെക്ഷനാണ്? എംപ്ലോയി സേഫ്റ്റിയുടെ സെക്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫാക്ടറീസ് ആക്ട് 1948 കുറച്ച് ഹെൽത്ത്, എംപ്ലോയി ഹെൽത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചില സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ എംപ്ലോയി സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു. അതിൽ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് സെക്ഷൻ 39 വരെ 39 തുടങ്ങിയാണ് നമുക്ക് പറയേണ്ടത്. റൈറ്റ്, ശരിയല്ലേ? 38 വരെ ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ 38 നമ്മൾ പറഞ്ഞത് പ്രിക്കോഷൻസ് ഇൻ കേസ് ഓഫ് ഫയർ ആണ്. ഫയർ വരുമ്പോൾ നമുക്കറിയാം ഓർഗനൈസേഷനിൽ, ഏത് ബിസിനസ് ഓർഗനൈസേഷനിലായിക്കോട്ടെ, മോസ്റ്റ് കോമൺലി പല ഫാക്ടറീസിലും അവിടെയൊക്കെ എന്താ പറയാ ഫയർ എക്സ്പ്ലോഷൻസ് ഉണ്ടാകാൻ കുറെ ചാൻസസ് ഉണ്ട്, ഒരുപാട് ചാൻസസ് ഉണ്ട്. സോ ഇൻ ദ കേസ് അവിടെ അത്തരം സാഹചര്യങ്ങളിൽ അത്തരം ഫയർ പൊട്ടി എക്സ്പ്ലോർ ചെയ്യാൻ, എക്സ്പ്ലോഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് പ്രിക്കോഷൻസ് എടുക്കണം. അതിനു വേണ്ടിയിട്ട് എക്സിറ്റ്, അതായത് എന്താ പറയാ അത്തരം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് പുറത്തേക്ക് എക്സിറ്റ് ആകാനുള്ള പ്രൊവിഷൻസ് ഉണ്ടായിരിക്കണം. അതായത് ക്ലിയർ വേ അല്ലെ, ഒരു നല്ലൊരു വഴി ഓരോ വർക്കേഴ്സിന് പുറത്തേക്ക് ഫയർ വന്നു കഴിഞ്ഞാൽ പോകാനുള്ള സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ കൺവീനിയന്റ് ആയിട്ട് എല്ലാ വർക്കർക്കും കടന്നു പോകാൻ സൗകര്യം അനുസരിച്ച് പാസ് ചെയ്യാനുള്ള പാസേജ് വേയും ഉണ്ടായിരിക്കണം. ഇനി ഫയറുമായി ബന്ധപ്പെട്ടുള്ള ക്ലിയർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം. അതിന് ചീഫ് അതോറിറ്റിക്ക്, ചീഫ് ഇൻസ്പെക്ടർക്ക് എല്ലാ തരത്തിലുള്ള അധികാരവും അതിനുണ്ട്. ടു ടേക്ക് മെഷേഴ്സ് റിഗാർഡിംഗ് ദിസ് ആക്ട്, അതായത് ഈ പറയുന്ന ഫയറുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ചീഫ് ഇൻസ്പെക്ടർ ഫാക്ടറിയുടെ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആളുകളാണ്. അവർക്ക് പൂർണ്ണ അധികാരമുണ്ട് എന്ത് മെഷേഴ്സ് വേണമെങ്കിലും എടുക്കാം. വിച്ച് ഈസ് പ്രൊവൈഡഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റ് അനുശാസിക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കാൻ അവിടുത്തെ ചീഫ് ഇൻസ്പെക്ടർക്ക് അധികാരമുണ്ട്. അല്ലാതെ ചീഫ് ഇൻസ്പെക്ടർ ഇന്നത് പറയുമ്പോൾ അത് സേഫ്റ്റിക്ക് വേണ്ടി പറയുന്നതാണ്, ഗവൺമെന്റ് റൂൾ പ്രകാരമാണ് എന്ന് പറയുമ്പോൾ വർക്കേഴ്സ് അത് പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും അതിനെ തടസ്സപ്പെടുത്താൻ പറ്റില്ല. അത്തരം കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം. ഫോളോ ചെയ്യിപ്പിക്കാനുള്ള അധികാരം ചീഫ് ഇൻസ്പെക്ടർക്ക് തന്നെയാണ് ഉള്ളത്. ആൻഡ് ഓൾസോ ദേ ഹാവ് ദ പവർ ടു ഇൻട്രൊഡ്യൂസ് ന്യൂ പ്രൊവിഷൻസ്. ഇനിയും സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് ഇവർക്ക്
എന്താ അധികാരം കൊടുത്തിരിക്കുന്നത്? ഈ പ്രൊവിഷൻസിൽ ചിലപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പഴയ രീതിയിലുള്ള പ്രൊവിഷൻസ് ആണ് സേഫ്റ്റിക്ക് വേണ്ടി കൊടുത്തേക്കുന്നത്. ഇത് മാറ്റി ദേ കൻ ആഡ് ഓൺ ന്യൂ പ്രൊവിഷൻസ്. പുതിയ പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് അവർക്ക് വേണമെങ്കിൽ പുതിയ രീതിയിൽ ഈ പറയുന്ന ഫയറിനെയൊക്കെ എതിരെ പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടിയുള്ള പുതിയ മെഷേഴ്സ് ഓൾസോ ഈ എന്ത് ചെയ്യാം, ചീഫ് ഇൻസ്പെക്ടർക്ക് ഉപയോഗിക്കാം. അതിനുള്ള പൂർണ്ണ അധികാരം അവർക്കുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ രേഖാമൂലം എന്നിട്ട് എഴുതി ഉണ്ടാക്കിയിരിക്കണം. ഇന്ന രീതിയാണ് നമ്മൾ ഫയർ വരുമ്പോ ഈ പുതിയ രീതിയാണ് ഇനി അവലംബിക്കേണ്ടത്, പഴയ രീതി ഔട്ട്ഡേറ്റഡ് ആയി അത് നമ്മൾ മാറ്റി, നൗ വി ഹാവ് ടു ഫോളോ ദീസ് ന്യൂ പ്രൊവിഷൻ എന്ന് എഴുതി രേഖാമൂലം തന്നെയാണ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വാക്കുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ. ഈ വാക്കുകൊണ്ട് പറഞ്ഞാൽ എന്താ പ്രത്യേകത? വാക്കും പഴയ ചാക്കും കണക്കാണെന്ന് പണ്ട് ആരോ പഴഞ്ചൊല്ല് പോലെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം എന്താ, മനുഷ്യന്മാര് മാറ്റി പറയും. ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞ ഇങ്ങനെയാണ് അല്ലെ. ഒരു വേർഡില് ചേഞ്ച് വരുമ്പോ കംപ്ലീറ്റ് മീനിങ് മാറ്റത്തക്ക രീതിയിൽ മാറ്റി പറയാനും ആളുകൾക്ക് പറ്റും. സോ അതുകൊണ്ടാണ് അങ്ങനെ മാറ്റങ്ങൾ വരാൻ പാടില്ല. ഇഫ് ഇറ്റ് ഈസ് ഇൻ റിട്ടൺ ഫോം, രേഖാമൂലം എഴുതി തയ്യാറാക്കിയതാണെങ്കിൽ ഇറ്റ് കനോട്ട് ബി ആൾട്ടേർഡ്, അതിന് മാറ്റം വരുത്താനായിട്ട് പറ്റില്ല. സോ അതുകൊണ്ട് ഈ ഒരു അധികാരവും നമ്മുടെ ചീഫ് ഇൻസ്പെക്ടർക്ക് ഉണ്ട് എന്നുള്ളത് വരെയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. സെക്ഷൻ 38 പ്രിക്കോഷൻസ് ഇൻ കേസ് ഓഫ് ഫയർ. നൗ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് സെക്ഷൻ. സെക്ഷൻ 39 ആണ് specifications of defective parts or test of stability. ഇനി നമുക്ക് പ്രിക്കോഷൻസ് എന്തിനു വേണ്ടിയിട്ടുള്ള ഡിഫക്റ്റീവ് പാർട്സ് ഇതുപോലെ തന്നെ മറ്റൊരു സെക്ഷനിൽ പറയുന്നത്, സെക്ഷൻ 39 പറയുന്നത് നമ്മുടെ ഫാക്ടറിയില് അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ഏതെങ്കിലും രീതിയിൽ ഫാക്ടറിക്കകത്ത് പല മെഷീൻസ് ആകാം, അല്ലെങ്കിൽ ഫാക്ടറിയുടെ ബിൽഡിംഗ് ആകാം, ഓർഗനൈസേഷന്റെ ബിൽഡിംഗ് ഒക്കെ ഏതെങ്കിലും തരത്തില് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ എന്താ, കേടുപാടുകൾ വന്നതായിരിക്കാം, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് അവര് ടെസ്റ്റ് ചെയ്തിട്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ചില മെഷീൻസ് ഒക്കെ എന്തെങ്കിലും തരത്തില് തകരാറുകൾ വന്നു, അപ്പൊ അല്ലെങ്കിൽ അത് അങ്ങനെ തകരാറ് വന്ന മെഷീൻ ഇഫ് യു ആർ യൂസിങ് ദേ മേ കോസ് ഡേഞ്ചർ അല്ലെ, അപകടം വരാൻ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ആ ഫോൾട്ടി പാർട്സ്, അതായത് എന്താ പറയാ കേടുപാടുകൾ വന്ന പാർട്സോ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീൻസോ ഇതിനൊക്കെ എന്താ പറയാ കൃത്യമായിട്ട് അതിനൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യണം, അവര് ഈ പറയുന്ന മാനേജേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യണം ചില ഡീറ്റെയിൽസ്, ആ മെഷീനറി അല്ലെങ്കിൽ ആ ഭാഗം ഏത് വിഭാഗത്തിലാണോ അങ്ങനെ ഡേഞ്ചർ വരാൻ സാധ്യതയുള്ളത് അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും അത് വരച്ചതൊക്കെ ആണെങ്കിൽ അതിന്റെ ഒരു കോപ്പി, ഇത് ഡ്രോയിങ്സ്, ആ കേടുപാട് എവിടെയാണ്, എന്താണ് അതിന്റെ പ്രശ്നം എന്നുള്ളതൊക്കെ വരച്ചോ, അതുപോലെ തന്നെ അതിന്റെ പ്രധാനപ്പെട്ട രേഖകളോ എല്ലാം തന്നെ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. അത് എന്തിനു വേണ്ടിയിട്ടാ, അതൊരു ഇവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇത് ഇന്ന ഒരു കുഴപ്പമുണ്ട് അതിന്, അതുകൊണ്ടായിരുന്നു നമ്മൾ ഉപയോഗിക്കാത്ത ആ കൃത്യമായ രേഖകൾ സഹിതം മാനേജർ ഡീറ്റെയിൽഡ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ റെസ്പോൺസിബിലിറ്റി മാനേജർക്ക് ഉണ്ട്. അങ്ങനെയുള്ള മെഷീൻസ് പാർട്സോ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. കാരണം അത് ഉപയോഗിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ വർക്കേഴ്സിന് വരും. സോ ഇറ്റ് മേ കോസ് ഡേഞ്ചർ, അത് പല അപകടങ്ങൾക്ക് കാരണമാകും. ടു അവോയ്ഡ് ദിസ്, ഇത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എംപ്ലോയീസിന്റെ സേഫ്റ്റിയെ എന്താ പറയാ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു സെക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. സെക്ഷൻ 39 സ്പെസിഫിക്കേഷൻസ് ഓഫ് ഡിഫക്റ്റീവ് പാർട്ട് ഓർ ടെസ്റ്റ് ഓഫ് സ്റ്റെബിലിറ്റി. അപ്പൊ ഏതെങ്കിലും പാർട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം, ചിലപ്പോൾ ഓർഗനൈസേഷന്റെ ഫാക്ടറിയുടെ ഏതെങ്കിലും ഒരു മൂല അവിടെ ചിലപ്പോൾ ഇടിഞ്ഞു വീഴാറായി നിൽക്കുന്നു, ആ ഭാഗത്തോട്ട് പോകാൻ പറ്റില്ല, കണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഉപയോഗിക്കുന്ന മെഷീൻസ്, ആ മെഷീൻസിന് എന്തെങ്കിലും കേടുപാടുണ്ട്, അത് ഉപയോഗിച്ചാൽ ഡേഞ്ചർ ആണ്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഡ്രോ ചെയ്ത് അല്ലെങ്കിൽ രേഖാമൂലം അതിന്റെ പല ഡീറ്റെയിൽസും മാനേജർ സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആയോ? സെക്ഷൻ 39 മനസ്സിലായോ? സെക്ഷൻ 39 മനസ്സിലായോ? യെസ്, ഓക്കെ. നെക്സ്റ്റ് സെക്ഷൻ ആണ് സേഫ്റ്റി ഓഫ് ബിൽഡിംഗ്സ് ആൻഡ് മെഷീൻസ്. ഇനിയും മറ്റൊരു സെക്ഷനിൽ പറയുന്നു, സെക്ഷൻ 40 പറയുന്നതാണ് സേഫ്റ്റി ഓഫ് ബിൽഡിംഗ്സ് ആൻഡ് മെഷീൻസ്. അതായത് ബിൽഡിങ്ങിന്റെയും മെഷീൻസിന്റെ ഒക്കെ സേഫ്റ്റി ഉറപ്പുവരുത്തണം. കാരണം ഈ ബിൽഡിങ്സിൽ നിന്ന് പണിയെടുക്കുന്ന വർക്കേഴ്സ്, ഈ ബിൽഡിങ്സിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മെഷീൻസ് ഉപയോഗിക്കുന്ന വർക്കേഴ്സ്, ഇവർക്ക് പല രീതിയിലുള്ള ഡേഞ്ചറസ് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരാം. they are working through this. ഈ പറയുന്ന മെഷീൻസോ അല്ലെങ്കിൽ ഈ പറയുന്ന ബിൽഡിങ്ങിലോ പണി ചെയ്യുമ്പോൾ അവർക്ക് പലതരത്തിലുള്ള അപകടങ്ങളും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ഏതെങ്കിലും പാർട്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി ഫാക്ടറിയിലെ ഇതൊക്കെ ഇഫ് ദേ ആർ നോട്ട് ഇൻ സേഫ് മാനർ, അതൊക്കെ സുരക്ഷിതമായിട്ടുള്ള രീതിയിലല്ല എങ്കിൽ എംപ്ലോയീസിന് ഈ പറയുന്ന വസ്തുക്കളോ ഈ പറയുന്ന ഓർഗനൈസേഷന്റെ പ്രെമിസസോ അല്ലെങ്കിൽ ആ പറയുന്ന ഭാഗം, ബിൽഡിങ്ങിന്റെ ഭാഗമോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല.
അത് റിപ്പയർ ചെയ്യാതെ അൺടിൽ ഇറ്റ് ഈസ് നോട്ട് റിപ്പയർഡ്, അത് റിപ്പയർ ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ അതിനൊരു റിപ്പയർമെന്റിന് ഒരു സ്റ്റിപ്പുലേറ്റഡ് പീരീഡ് കൊടുത്തിട്ടുണ്ടാവും, ആ ഒരു കാലയളവ് വരെ അത് ഉപയോഗിക്കാൻ പാടില്ല. ഇന്ന ഭാഗത്ത് അങ്ങോട്ടേക്ക് പോകേണ്ട വർക്കേഴ്സ് അവിടെ എല്ലാം ഇങ്ങനെയൊക്കെ വെച്ചിട്ട് സേഫ് ആക്കാൻ വേണ്ടി, സെക്യൂർ ആക്കാൻ വേണ്ടി ആളുകൾ അങ്ങോട്ട് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബിൽഡിങ്ങിന്റെ റൂഫിനോ അല്ലെങ്കിൽ അതിന്റെ ഭിത്തികൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ ഉണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് എംപ്ലോയീസ് വർക്കേഴ്സ് പ്രവേശിക്കാതിരിക്കുന്ന രീതിയിൽ സെക്യൂർ ആക്കുക. കാരണം എംപ്ലോയീസിന്റെ സേഫ്റ്റിക്ക് ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്പെക്ടർ ഇതൊക്കെ നോക്കണം, പരിശോധിക്കണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് നോട്ടിഫൈ ചെയ്ത് ഓണറോ അല്ലെങ്കിൽ മാനേജറോ ആരാണോ അവരിൽ നിന്ന് എഴുതി തയ്യാറാക്കിയ രേഖാമൂലം ഒക്കെ അതിന്റെ ഇതൊക്കെ വാങ്ങിച്ചിട്ട് അവർക്ക് അതിൽ നിന്ന് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യണം എംപ്ലോയീസിന്. മനസ്സിലായോ? അത് ഒരു സ്റ്റിപ്പുലേറ്റഡ് പീരീഡിനുള്ളിൽ ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, റിപ്പയർ ചെയ്യണം. റിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ. ആൻഡ് ഓൾസോ ഈ പറയുന്ന മെഷീനറി അല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീൻ അല്ലെങ്കിൽ ഈ ഫാക്ടറിയുടെ ഈ ബിൽഡിംഗ് അത് ചിലപ്പോ ഇറ്റ് മേ ബി ലൈഫ് ത്രെട്ടനിങ് ടു ദ വർക്കേഴ്സ്. വർക്കേഴ്സിനെ സംബന്ധിച്ച് അവരുടെ ജീവന് ഭീഷണിയാണ് അത്തരം സ്ഥലങ്ങളിൽ പ്രവേശിച്ചാല്. എന്ന് വെച്ചാൽ എപ്പോ ഇടിഞ്ഞു വീഴുന്നു നമുക്ക് പറയാൻ പറ്റില്ല, അയ്യോ ഇപ്പൊ വീഴില്ലല്ലോ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. സോ അത് ഉപയോഗിക്കാനായിട്ട് അത്ര പറ്റില്ലാത്ത കണ്ടീഷൻ ആണെങ്കിൽ അത് അവര് എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് തന്നെ റിപ്പയർ ചെയ്യണം, റീസ്റ്റോർ ചെയ്യണം. എന്ന് വെച്ചാൽ മെഷീൻസ് എന്തെങ്കിലും കംപ്ലൈന്റ് ആണെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല, അത് ഉപയോഗിച്ചാൽ അപകടമാണ് എന്നുള്ളതാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുക. റിസ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ റീപ്ലേസ് ചെയ്യുക, അത് മാറ്റിയിട്ട് പുതിയത് സ്ഥാപിക്കുക. ബിൽഡിങ്ങിന് കേടുപാടുണ്ടെങ്കിൽ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ചെറിയ കേടുപാടൊക്കെയാണ്, മോളിന്ന് റൂഫൊക്കെ വീഴാനോ അങ്ങനെ എന്തൊക്കെയാലും ആക്കിയാണോ, അതല്ലെങ്കിൽ അതിനേക്കാൾ ഹെവി ആയിട്ടുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യമാണോ അത് റിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷുഡ് ബി റിപ്പയർഡ്, അല്ലെങ്കിൽ ആ ഭാഗം പിന്നെ ഉപയോഗിക്കാനേ പാടില്ല. ഓക്കെ, അപ്പൊ റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ അത് ഉപയോഗിക്കേണ്ട. ഇറ്റ് ഈസ് ഫോർ ദ വെൽ ബീയിങ് ഓഫ് വർക്കേഴ്സ്. ഇതിന്റെ വർക്കേഴ്സിന്റെ സേഫ്റ്റി, വെൽബീയിങ്, അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇനി മാത്രമല്ല ഈ ഇൻസ്പെക്ടർക്ക് ക്യാൻ ഇൻസ്ട്രക്ട് ദ ഓണർ ഓഫ് ദ മാനേജ്മെന്റ് ഇൻ റൈറ്റിംഗ് to take some measures to repair or restore such building or plant machinery within the stipulated time period. ഇനി മാത്രമല്ല ഇൻസ്പെക്ടർ അത് കൃത്യമായിട്ട് ഓണറെയോ മാനേജറോ അറിയിക്കണം. എന്ത്, ഈ ഒരു ഇത്ര കാലയളവിനുള്ളിൽ അത് റിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യണം എന്നുള്ള കാര്യം അറിയിക്കണം. അല്ലാതെ അവിടെ അങ്ങനെ തന്നെ കിടന്നാൽ ചിലപ്പോ ബിൽഡിങ്ങിന്റെ ഒക്കെ കേടുപാടുകളാണെങ്കിലേ ആ ബിൽഡിങ്ങിന്റെ ഏതെങ്കിലും ഭാഗമാണ് ചിലപ്പോ ഇടിഞ്ഞു വീഴുന്നതെങ്കിലും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് ചിലപ്പോൾ തൊട്ടടുത്തുള്ള ഭാഗത്തേക്കൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ അത് വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അപ്പൊ ഇത്ര സമയത്തിനുള്ളിൽ അത് റിപ്പയർ ചെയ്യണം എന്നുള്ളത് പറഞ്ഞ് രേഖാമൂലം ആർക്ക് സമർപ്പിച്ചിരിക്കണം, ഓണർക്കോ മാനേജർക്കോ അറിയിച്ചിരിക്കണം. മാനേജ്മെന്റും ഓണേഴ്സും ഒന്നും ചിലപ്പോ ഡെയിലി വന്ന് ഈ പറയുന്ന ഫാക്ടറിയുടെ ഇത്തരം കാര്യങ്ങളൊന്നും സന്ദർശിക്കില്ല, അവരതൊന്നും ഇൻസ്പെക്ട് ചെയ്യില്ല. സോ ഇൻസ്പെക്ടർക്കാണ് അതിന്റെ ഡ്യൂട്ടി. ചീഫ് ഇൻസ്പെക്ടർ ഓഫ് ദ ഫാക്ടറീസ്, ഫാക്ടറികളുടെ ഇതുപോലെയുള്ള ഓർഗനൈസേഷൻസിന്റെ ഒക്കെ ഇൻസ്പെക്ടർ ആണ് ഇതെല്ലാം നോക്കേണ്ടത്. ഏതെങ്കിലും ഭാഗത്ത് ബിൽഡിങ്ങിന് കേടുപാടുണ്ടോ, മെഷീൻസ് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസിൽ അല്ലാതെ വർക്കേഴ്സിന് അപകടകരമാകുന്ന രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടോ ഇതൊക്കെ നോക്കണം. അത് രേഖാമൂലം അവരെ അറിയിക്കുക. ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡിനുള്ളിൽ ഇറ്റ് ഷുഡ് ബി റീപ്ലേസ്ഡ് ഓർ റീസ്റ്റോർഡ് ഓർ റിപ്പയർഡ്. ഇതിന് റിപ്പയർമെന്റ് ആണെങ്കിൽ റിപ്പയർമെന്റ്, റീപ്ലേസ് ചെയ്യേണ്ടതാണെങ്കിൽ അത് അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇതൊക്കെ സാധാരണ അറിയാവുന്നത്. ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ തന്നെ കുറച്ച് അധികം കാലം കൊണ്ട് ഉണ്ടാക്കി പണിത് വെച്ചിരിക്കുന്ന വീടാണെങ്കിൽ അതൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിന്റെ ഒരു എസ്റ്റിമേറ്റഡ് ലൈഫ് ഉണ്ടല്ലേ. നമ്മൾ എന്താ പറയാ, നല്ല രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വർഷം, മനുഷ്യന്മാരുടെ ജീവൻ പോലെ തന്നെ ഈ പറയുന്ന എന്ത് കൺസ്ട്രക്ഷൻസിനും ഒരു സ്റ്റിപ്പുലേറ്റഡ് ലൈഫ് ടൈം ഉണ്ട്, ഒരു എസ്റ്റിമേറ്റഡ് ലൈഫ് ടൈം ഉണ്ട്. ആഫ്റ്റർ ദാറ്റ് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അയ്യോ അത് കുറെ പഴകി ചിലപ്പോ വല്ല ഭാഗത്തൊക്കെ പൊട്ടല്, ചിന്നല് അല്ലെങ്കിൽ വീഴാറായി നിൽക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് അത് റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ അത് പൊളിച്ചിട്ട് ആ ഭാഗത്ത് നമുക്ക് വേറെ രീതിയിൽ ആഡ് ഓൺ ചെയ്യാനോ ഒക്കെ നമ്മൾ ശ്രമിക്കും. ലൈക്ക് വൈസ് അതുപോലെ തന്നെ ഓർഗനൈസേഷനിലാവുമ്പോൾ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. ബിക്കോസ് അവിടെ എന്താ പറയാ, ഭക്ഷണത്തിന് വേണ്ടി, അതായത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കാൻ വരുന്ന വർക്കേഴ്സ് ആണ്. അപ്പൊ അവരുടെ ജീവന് വലിയ വിലയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുണ്ടെങ്കിലേ ഓർഗനൈസേഷനും നിലനിന്നും പോകാനും പറ്റുള്ളൂ. വർക്കേഴ്സ് എന്ന് പറയുന്നത് ജോലി ചെയ്തില്ലെങ്കിൽ there will be no production, ഉൽപാദനം നടക്കില്ല. ഉൽപാദനം നടന്നില്ല എങ്കിൽ ഓർഗനൈസേഷന് അതിന്റെ ലക്ഷ്യത്തിലേക്ക്, അതിന്റെ പ്രോഫിറ്റബിലിറ്റി, അതിന്റെ ഗുഡ് വില്ല് നേടാൻ പറ്റില്ല. സോ ആഫ്റ്റർ ഓൾ എല്ലാത്തിന്റെയും അടിസ്ഥാനം കിടക്കുന്നത് വർക്കേഴ്സിന്റെ സേഫ്റ്റിയും അവരുടെ ഹെൽത്തുമാണ്. ക്ലിയർ ആയോ? സെക്ഷൻ 40 മനസ്സിലായോ?
യെസ്. സോ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് അണ്ടർലൈൻ ചെയ്യണം. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇൻ കേസ് ദ ഇൻസ്പെക്ടർ observes that any building or a part of it or a plant and machinery of the factory in any manner is not safe for the employees to use or venture, he can instruct the owner or manager in writing to take the measures to repair within stipulated time periods. എന്നുള്ളത് കേട്ടോ. ചിലപ്പോ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കില്ല, ചിലപ്പോ ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഒരൊറ്റ വലിയ സെന്റൻസ് ആയിട്ട് എന്താ പറയാ കോമ്പൗണ്ട് സെന്റൻസ് പോലെ തന്നിരിക്കുകയാണ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ? യെസ്. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത സെന്റൻസ് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. ആൻഡ് ദ ലാസ്റ്റ് സെക്ഷൻ നമ്മുടെ ഫാക്ടറീസ് ആക്ട് 1948 21 മുതലുള്ള സെക്ഷൻസ് നമ്മൾ പറഞ്ഞു തുടങ്ങി. അത് എംപ്ലോയീസിന്റെ സേഫ്റ്റിയെ സംബന്ധിക്കുന്നതായിരുന്നു. എംപ്ലോയീസ് ഹെൽത്തിനെ സംബന്ധിക്കുന്നത് നമ്മൾ 11 തുടങ്ങി 20 വരെ പറഞ്ഞു കഴിഞ്ഞതായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മളുടെ 41 എന്ന് പറയുന്ന സെക്ഷൻ എന്താണെന്ന് നോക്കാം. പവർ ടു മേക്ക് റൂൾസ്. നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം ആർക്കാ കൊടുത്തിരിക്കുന്നത്? ആരാണ്? അല്ലെങ്കിൽ നമ്മുടെ ഏത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാരമാണ്. എന്ത് പവർ ടു മേക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഒരു ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ പുതിയ പുതിയ മെഷീൻസ്, അതിന്റെ സേഫ്റ്റി, അതായത് ഓരോ വർക്കേഴ്സും ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ അവർക്ക് സേഫ് ആയിട്ട് അവരുടെ ജീവന് അപകടമില്ലാത്ത രീതിയിൽ സേഫ് ആയിട്ട് ജോലി ചെയ്യും. അതിനു വേണ്ടിയിട്ട് പുതിയ മെഷീൻസ് കൊണ്ടുവരാം. ആ പുതിയ മെഷീൻസിനെ സംബന്ധിക്കുന്ന പ്രൊവിഷൻസ്, അതെങ്ങനെ കൈകാര്യം ചെയ്യണം, അതെങ്ങനെ യൂസ് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങള് കൊണ്ടുവരാൻ സ്റ്റേറ്റ് ഗവൺമെന്റിന് പൂർണ്ണമായ അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. കാരണം വർക്കേഴ്സിന്റെ ജീവന് ഒരിക്കലും ഒന്നും അപകടം ആകാൻ പാടില്ല. അതുകൊണ്ട് അവരെ സേഫ് ആക്കാൻ വേണ്ടി, അവരുടെ ലൈഫിനെ സേഫ് ആൻഡ് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് പുതിയ പ്രൊവിഷൻസ്, പുതിയ മെഷീൻസുമായി ബന്ധപ്പെട്ടൊക്കെ കൊണ്ടുവരുന്നതിന് പൂർണ്ണ അധികാരം കൊടുത്തിട്ടുണ്ട്. അതാണ് ഓക്കെ ഫാക്ടറീസ് ആക്ട് പ്രകാരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫാക്ടറീസ് ആക്ട് 1948 സെക്ഷൻ 41 പറയുന്നത് പൂർണ്ണമായ റൂൾസ് ഉണ്ടാക്കാനുള്ള അധികാരം ആർക്കാണ്? സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. ഓക്കെ, അപ്പൊ കാരണം എന്താ? ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇത്തരം ഇനീഷ്യേഷൻ എന്തുകൊണ്ട് എടുക്കുന്നു? ബിക്കോസ് അവർക്കറിയാം ഓരോ ഓർഗനൈസേഷന്റെയും ഓരോ ഫാക്ടറിയിലും അവിടെ എന്തൊക്കെ പ്രൊഡക്ഷൻസ് നടക്കുന്നോ അതിന്റെ ഒരു മെയിൻ ഭാഗം, അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന ഈ പ്രൊഡക്ടിവിറ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്നത് ഒരു ഫാക്ടറിയിലെ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ വർക്കേഴ്സ് തന്നെയാണ്, അല്ലെ? അതുകൊണ്ട് തന്നെയാണ് വർക്കേഴ്സിനെ, എംപ്ലോയീസിനെ എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് ഹ്യൂമൻ റിസോഴ്സുകാർ പറയുന്നത് എന്ത്? അസറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ. എംപ്ലോയീസും വർക്കേഴ്സും ഒക്കെ ഓർഗനൈസേഷന്റെ ആസ്തികളാണ്. അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് റീസെയിൽ വാല്യൂ ഉള്ള സാധനത്തെ നമുക്ക് അസറ്റ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ വീടുകളിൽ പച്ചക്കറി വാങ്ങിക്കുന്നു, അരി വാങ്ങിക്കുന്നു, ഇതിനൊന്നും റീസെയിൽ വാല്യൂ ഇല്ല. ബിക്കോസ് അത് നമ്മുടെ കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതേസമയം ചില അസറ്റുകൾ ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വലിയ വലിയ എന്താ പറയാ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന മെഷീനറീസ്, അതൊക്കെ നമുക്ക് 1-2 വർഷമൊക്കെ കഴിഞ്ഞെങ്കിൽ നമുക്കൊന്ന് റീപ്ലേസ് ചെയ്യണം, ഇത് മാറ്റി വേറെ വാങ്ങിക്കണമെന്ന് ഉപയോഗിച്ച് നമുക്കത് വിൽക്കാം. അതിന് റീസെയിൽ വാല്യൂ കിട്ടും. വാങ്ങിച്ചു വിലയെന്ന് കിട്ടില്ല, എങ്കിലും എന്തായാലും വാല്യൂസ് കിട്ടും. ഓക്കെ, അപ്പൊ ഈ പൂർണ്ണാധികാരം സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ 41 മനസ്സിലായെങ്കിൽ ആ സെന്റൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് അണ്ടർലൈൻ ചെയ്യാം. ഇതോ ഓക്കെ അല്ലേ? അപ്പോ 21 മുതൽ 41 വരെയുള്ളത് എംപ്ലോയി സേഫ്റ്റിയുടെ പ്രൊവിഷൻസ് ആണ്. അതും ഓർത്തിരിക്കുക. ഓരോ പ്രൊവിഷൻസും അല്ലെങ്കിൽ ഓരോ റൂൾസും ഏതൊക്കെ സെക്ഷനിലാണ് വരുന്നേ എന്നുള്ളതും നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കണം. 11 തുടങ്ങി 20 വരെയുള്ളത് എംപ്ലോയി ഹെൽത്ത് ആണ്. ഹെൽത്തിനകത്ത് വരുന്ന എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് എന്ന് ഓരോ സെക്ഷനിൽ വരുന്നതെന്ന് അത് വേറെ പഠിക്കുക. അതുപോലെ തന്നെ 21 മുതൽ 41 വരെയുള്ളത് എംപ്ലോയി സേഫ്റ്റി എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആണ്. അതിൽ വരുന്നത് ഏതാണെന്ന് ഹെഡ് വൈസ് ഓരോ സെക്ഷൻ മാറിപ്പോകരുത്. ആ രീതിയിൽ നിങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് ഇനി ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ചാപ്റ്റർ ആൻഡ് ലാസ്റ്റ് പാർട്ട് ഓഫ് ദ മൊഡ്യൂളിന്റെ അവസാന ഭാഗമാണ്. മാത്രമല്ല നമ്മുടെ HRM എന്ന് പറയുന്ന ഈ കോഴ്സിന്റെ തന്നെ ഏകദേശം ലാസ്റ്റ് ഭാഗം, ലാസ്റ്റ് ചാപ്റ്റർ ആയിരുന്നല്ലോ ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഭാഗം. ഓക്കെ, ലാസ്റ്റ് ഭാഗത്തേക്ക് നമുക്ക് പോയാലോ? ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി സേഫ്റ്റി അറ്റ് വർക്ക് പ്ലേസ്. പറഞ്ഞോട്ടെ?
യെസ്. സോ നോക്കുക, എന്താണ് ഈ എംപ്ലോയീസിന്റെ സേഫ്റ്റി വർക്ക് പ്ലേസിൽ ഉറപ്പുവരുത്തേണ്ടതിന്റെ പ്രാധാന്യം? വൈ ദ എംപ്ലോയീസ് ഷുഡ് ബി സേഫ്, കെപ്റ്റ് സേഫ് അറ്റ് വർക്ക് പ്ലേസ്? എന്തിനാ ഇതൊക്കെ ഇവരെങ്ങനെ എത്ര സേഫ് ആക്കുന്ന വർക്ക് പ്ലേസിൽ? ഒരു ഫാക്ടറിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇച്ചിരി അപകടം നിറഞ്ഞ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓർഗനൈസേഷനിലായിക്കോട്ടെ, ഇവിടെ എംപ്ലോയീസിന്റെ സേഫ്റ്റിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. വൈ, വാട്ട് ഈസ് ദ റീസൺസ്? അത് കാരണങ്ങളാണ് ഇനി പറയുന്നത്. ഒന്നാമത്തേത് അവോയ്ഡിങ് ആക്സിഡന്റ്സ്. എംപ്ലോയീസിനെ സേഫ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നാമത്തെ കാര്യം ആക്സിഡന്റുകൾ ഒഴിവാക്കുക. ദാറ്റ് മീൻസ് നമുക്കറിയാം ചില ഫാക്ടറീസിൽ അപകടം നിറഞ്ഞ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന വർക്കേഴ്സ് ഉണ്ട്. സോ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ സേഫ്റ്റി എന്ന് പറയുന്നത് എന്താ പറയാ, ഇറ്റ് റെഡ്യൂസസ് ദ ചാൻസസ് ഓഫ് ആക്സിഡന്റ്സ് ആൻഡ് ഓൾസോ ഇറ്റ് അവോയ്ഡ്സ് ആക്സിഡന്റ്സ്. നമ്മൾ നല്ല രീതിയിൽ ഓർഗനൈസേഷനിൽ വർക്കേഴ്സിനെ സേഫ് ആക്കുകയാണ്, ഇൻഡസ്ട്രിയൽ സേഫ്റ്റി നമ്മൾ ലക്ഷ്യം വെക്കുന്നുണ്ട് എങ്കിൽ അവിടെ ഒരുപാട് ആക്സിഡന്റുകളെ കുറയ്ക്കാൻ പറ്റും. കാരണം അവർക്ക് അവിടുത്തെ സേഫ്റ്റി റൂൾസ് അല്ലെങ്കിൽ സേഫ്റ്റി ആയിട്ട് ഉപയോഗിക്കേണ്ട ചില ഡിവൈസസ് ഇതൊക്കെ എംപ്ലോയീസിന് കൊടുക്കുകയാണെങ്കിൽ അതൊരു സേഫ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലെ? ഇപ്പൊ എന്താ പറയാ, ഇന്ന മെഷീൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഇന്ന എന്താ പറയാ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തോളണം. നിങ്ങൾ എന്താ പറയാ, ചിലപ്പോ അതിൽ നിന്നൊക്കെ തീയൊക്കെ പാറാൻ സാധ്യത. അപ്പൊ ഗൂഗിൾസ്, അതായത് വലിയ കണ്ണട പോലത്തെ നമ്മുടെ ഐസിനെ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനം ഉപയോഗിക്കണം. വലിയ എന്താ പറയാ അവർ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഗ്ലൗസ് ഉപയോഗിക്കണം. ഇന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അതൊക്കെ അവിടെ ഓൾറെഡി അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ആക്ടുകളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇതിങ്ങനെയൊക്കെ സേഫ് ആക്കണമെന്ന്. ഓക്കെ, അപ്പൊ അത് ഉപയോഗിക്കണം. അതല്ലാതെ ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ഇത്തരം ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഈ സേഫ്റ്റി മെഷേഴ്സിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുകൾ നമ്മുടെ വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നില്ല ചില ഓർഗനൈസേഷൻസ് എങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ചില അപകടങ്ങൾക്ക് ഇവർ ഉത്തരം പറയേണ്ടി വരും. കാരണം ആൾക്കെന്തെങ്കിലും, ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ 2 ദിവസം മുമ്പ് ഏതോ ഒരു ഇവിടുത്തെ പേപ്പറിൽ മറ്റൊക്കെ ഉണ്ടായിരുന്നു, ഒരു ആൾക്ക് എന്തോ ഇതുപോലെയുള്ള മെഷീനറിയുടെ ഇടയിൽ പോയിട്ട് മരണം സംഭവിച്ചു എന്നുള്ളത്. കഴിഞ്ഞ ഒരു ദിവസമോ അതിന്റെ മുന്നത്തെ ദിവസമോ എങ്ങാണ്ടാണ്. ആരെങ്കിലും കണ്ടിരുന്നോ അങ്ങനെ? ഒരു സ്ത്രീയാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ എന്തുകൊണ്ടായിരിക്കും, അതിനനുസരിച്ചിട്ടുള്ള പ്രിക്കോഷൻസ് ചിലപ്പോൾ എടുക്കാത്തത് കൊണ്ടായിരിക്കാം. അതിന്റെ കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അറിയുമ്പോഴായിരിക്കും നമുക്കറിയാം ചിലപ്പോൾ അവർക്ക് അവർ ഉപയോഗിക്കാഞ്ഞത് കൊണ്ടാണോ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ അത്തരം പ്രിക്കോഷൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യാത്തതാണോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണോ വർക്കേഴ്സിന്, എന്തുകൊണ്ട് അപകടം വന്നു എന്നുള്ളത് അന്വേഷണത്തിന് മനസ്സിലാകും. സോ അന്വേഷണത്തിന് മനസ്സിലാകുമ്പോൾ അവിടെ ഓർഗനൈസേഷന് എതിരായിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നതെങ്കിൽ ദേ ഹാവ് ടു പേ ഫോർ ഇറ്റ്. അവർ അതിനുള്ള പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. കോടതിയിലെ കേസും മറ്റൊക്കെ ആവുമ്പോൾ അതനുസരിച്ച് അവർക്ക് അതിന്റെ നഷ്ടപരിഹാരം ഒക്കെ കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? അവോയ്ഡിങ് ആക്സിഡന്റ്സ്, ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്താ പറയാ എന്ന് പറയുന്ന കാര്യം കൊണ്ടുവന്നാൽ ഇൻഡസ്ട്രി അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ സേഫ്റ്റി ലക്ഷ്യം വെക്കുന്ന ഏത് ബിസിനസ് ഓർഗനൈസേഷനും ദേ ക്യാൻ അവോയ്ഡ് ഓർ ഡിമിനിഷ് ദ ചാൻസസ് ഓഫ് ആക്സിഡന്റ്സ്. ആക്സിഡന്റുകൾ ഒഴിവാക്കാനും ആക്സിഡന്റുകൾ കുറയ്ക്കാനും സാധിക്കുന്നതാണ്. ക്ലിയർ ആയല്ലോ ഫസ്റ്റ് പോയിന്റ്? ഈ ഓരോ പോയിന്റും പഠിച്ചാൽ മതി. ബോൾഡായിട്ട് എഴുതിയിരിക്കുന്ന എന്തെങ്കിലും അണ്ടർലൈൻ ചെയ്യുകയാണെങ്കിൽ പറയാം. നെക്സ്റ്റ് വൺ, മിനിമൈസസ് കോസ്റ്റ്. ചെലവ് കുറയ്ക്കുന്നു. എന്ത് ചെലവ് കുറയ്ക്കുക? നമുക്കറിയാലോ, ഈ പറയുന്ന പോലെ if there occurs any type of accidents in the organization or factory due to unsafe ഡീലിങ്സ്, അതായത് നമ്മുടെ ഓർഗനൈസേഷനിലോ അല്ലെങ്കിൽ ഫാക്ടറിയിലോ പല രീതിയിലുള്ള സേഫ്റ്റി ഇല്ലാത്ത രീതിയിലുള്ള ജോലികളിൽ ഏർപ്പെട്ടാൽ, സേഫ് അല്ലാത്ത രീതിയിൽ സേഫ്റ്റി മെഷേഴ്സ് എടുക്കാതെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ പല രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കും. അപകടം എന്ത് ചെയ്യണം? കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞിട്ട് ഓർഗനൈസേഷനിൽ വെച്ചിട്ടാണ് ഒരാൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതെങ്കിൽ ദ ഓർഗനൈസേഷൻ ഹാവ് ടു ടേക്ക് ദം ടു ദ ഹോസ്പിറ്റൽസ് ആൻഡ് ഓൾസോ ബെയർ ദ എക്സ്പെൻസസ്. അവിടെയുള്ള ആശുപത്രിയുടെ ചെലവൊക്കെ വലിക്കേണ്ടി വരും. അവിടെ വെച്ചിട്ട് സംഭവിച്ചതല്ലേ, അപ്പൊ ആക്സിഡന്റ് അവിടെ വെച്ച് നടക്കുന്നതായതുകൊണ്ട് അങ്ങനത്തെ ചെലവുകൾ കൊടുക്കണം. അപ്പൊ ഡയറക്റ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ കോമ്പൻസേഷൻ ഹാവ് ടു ബി പെയ്ഡ്, അല്ലെ? ആശുപത്രി കേസിന് വേണ്ടിയിട്ടുള്ളത് കൊടുക്കണം. പിന്നെ ആ പറയുന്ന ആൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ സംഭവിച്ചു, കുറച്ച് കൂടുതൽ വലിയ ഇത് സംഭവിക്കാന്ന് പറഞ്ഞാൽ മരിച്ചു പോയി ഒക്കെ ആണെങ്കിൽ അവരുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ വലിയ ചെലവുകളാണ്. അത്തരം ഡയറക്റ്റ് എക്സ്പെൻസുകളും അതുപോലെ തന്നെ എന്താ പറയാ ഇയാളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വരുന്ന ചെലവുകളും ഒക്കെ കൂടുതലായിരിക്കും. ഇതൊക്കെ കുറയ്ക്കണമെങ്കിൽ we have to introduce safety measures in every factories or organizations. ഇത്തരം ജോലികളിൽ, അപകടം നിറഞ്ഞ ജോലികളിൽ ഏർപ്പെടുന്ന എല്ലാ ഫാക്ടറികളിലും ഓർഗനൈസേഷനിലും എന്ത് ചെയ്യണം? സേഫ്റ്റി മെഷേഴ്സ് എടുക്കണം. അല്ലെങ്കിൽ അവർക്ക് ഏത് രീതിയിലുള്ള ചെലവും, ഡയറക്റ്റ് ആകാം ഇൻഡയറക്റ്റ് ആകാം, പല ചെലവുകളും വഹിക്കേണ്ടി വരും. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ?
സിമ്പിൾ സെന്റൻസ് ആണ് എഴുതിയേക്കുന്നത്. ക്ലിയർ ആണല്ലോ? അതിൽ നിങ്ങൾ ആ ഒരു രണ്ടാമത്തെ സെന്റൻസ് തുടങ്ങി. ഡയറക്റ്റ് കോസ്റ്റ് സച്ച് ആസ് financial compensation to the injured or the deceased family, and indirect costs such as expense incurred for the treatment of the injured employee. ഏത് എംപ്ലോയിയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും അതുപോലെ തന്നെ ആ ആളുടെ എംപ്ലോയിക്ക് എന്തെങ്കിലും പറ്റി അല്ലെങ്കിൽ മരിച്ചുപോയി അവരുടെ വീട്ടുകാർക്കോ എന്തെങ്കിലും കൊടുക്കേണ്ട കോമ്പൻസേഷൻസ്, നഷ്ടപരിഹാരം ഒക്കെ അത് ഡയറക്റ്റ് കോസ്റ്റുമായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ കുറയ്ക്കാൻ എന്തിനു പറ്റും? ഇൻഡസ്ട്രിയൽ സേഫ്റ്റി അല്ലെങ്കിൽ എംപ്ലോയി സേഫ്റ്റി കൊണ്ട് പറ്റും. എംപ്ലോയി സേഫ്റ്റി ഉണ്ടെങ്കിൽ ഇതൊക്കെ കുറയ്ക്കാം. എംപ്ലോയി സേഫ്റ്റി അല്ല എങ്കിൽ അങ്ങനെയുള്ള മെഷേഴ്സ് എടുക്കുന്നില്ല എങ്കിൽ ഇതൊക്കെ വർദ്ധിക്കും. ഓക്കെ. Then third one, increased employee contentment and devotion. ഇതൊരു മാനസികമായിട്ടുള്ള ഒരു ഇതാണ്, മാനസികമായ ഒരു എന്താ പറയാ ഒരു ഫീലിംഗ് ആണ്. അതായത് when the employees feel that they are safe in the organization or factory. ഞാൻ ജോലി ചെയ്യുന്ന ചുറ്റുപാടില് എന്താ പറയാ എപ്പോഴും പേടിച്ച് അയ്യോ ഇതൊക്കെ വീഴോ, അല്ലെങ്കിൽ ഇവിടെ സേഫ്റ്റി ഇല്ലല്ലോ, എന്താ ചെയ്യേണ്ടത്, പേടിച്ച് ഞാൻ ജോലി ചെയ്യുമ്പോൾ അപ്പൊ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് അല്ലെ. പേടിയോടെയാണ് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതെങ്കിലും ചിലപ്പോൾ അത് പെർഫെക്റ്റ് ആകില്ല. അതേസമയം when I feel like I'm safe while doing my job, ഈ ജോലി ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, കാരണം ഞാൻ സേഫ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്, സേഫ്റ്റി മെഷേഴ്സ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയർ, മാനേജർ നമ്മളെ സേഫ്റ്റി മെഷേഴ്സ് എടുക്കാതെ ആ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല. അപ്പൊ നമുക്കൊരു എന്താ പറയാ ഒരു ഫീലിംഗ് ഓഫ് മോട്ടിവേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ഓഫ് കണ്ടന്റ്മെന്റ്. കണ്ടോ, എന്റെ ജീവന് അത്രയും വില കൽപ്പിക്കുന്നുണ്ട് ഓർഗനൈസേഷനിലെ മാനേജ്മെന്റും അല്ലെങ്കിൽ എംപ്ലോയറും അല്ലെങ്കിൽ അവിടുത്തെ ഓണർ എന്റെ ജീവന് അവർ വില കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പുഷ് ചെയ്യണം, ഇന്ന പ്രിക്കോഷൻസ് എടുക്കാതെ ചെയ്യാൻ പാടില്ല എന്നുള്ള വാർണിങ്സ് അല്ലെങ്കിൽ എന്നുള്ള റൂൾസ് പാലിക്കണം എന്നുള്ളതൊക്കെ നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ആണ് എന്ത്, ഒരു സന്തോഷം, ഒരു തൃപ്തി, അല്ലെങ്കിൽ എന്താ പറയാ ഒരു മോട്ടിവേഷൻ. വളരെ ഭംഗിയായി എന്റെ ജോലി ചെയ്തു തീർക്കാനുള്ള ഒരു മോട്ടിവേഷനും കണ്ടന്റ്മെന്റ് സംതൃപ്തി കിട്ടും. കാരണം they feel that they are secure at the workplace. അവർക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും. എങ്ങനെ, ഞാൻ ഇവിടെ സുരക്ഷിതനാണ്, എനിക്കൊന്നും പേടിക്കേണ്ട, കാരണം ഞാൻ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ഞങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എക്സ്പെക്ടേഷൻസ് പ്രോപ്പർലി ഈ പറയുന്ന സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓർഗനൈസേഷൻ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് മീൻസ് ദേ എക്സ്പെക്ട് ദേ ആർ പ്രോപ്പർലി സേഫ്, അവർ സേഫ് ആണെന്ന് മനസ്സിലാക്കും. അതോടൊപ്പം തന്നെ അവര് മോട്ടിവേറ്റഡ് ആകും, അവർ കണ്ടന്റഡ് ആകും, തൃപ്തിയുള്ളവരാകും. ക്ലിയർ ആയോ? തേർഡ് പോയിന്റ്. സംശയം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇസ് ഇറ്റ് ക്ലിയർ? മൂന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? യെസ്. അപ്പോ ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. മൂന്നാമത്തെ പോയിന്റില് ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഫസ്റ്റ് സെന്റൻസ് മാത്രം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഫോർത്ത് പോയിന്റ് ആണ് ലീഗൽ കംപ്ലയൻസ്. ഇനി നിയമാനുസൃതമായ കാര്യങ്ങൾക്ക് വേണ്ടിയും ഓരോ ഫാക്ടറീസിലും ഓർഗനൈസേഷനിലും എംപ്ലോയീസിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തും. നിയമം അനുശാസിക്കുന്നുണ്ട്. അതായത് ഓർഗനൈസേഷന്റെ മാത്രം നിയമമല്ല, അല്ലാതെയുള്ള ലെജിസ്ലേഷൻ എന്താ പറയാ നീഡ്സ് പ്രകാരം, ആവശ്യപ്രകാരവും എന്താ പറയാ ഓരോ സ്റ്റേറ്റിലുമുള്ള, ഇപ്പോ കേരളത്തിലായിക്കോട്ടെ ഏത് നാടുകളിലായിക്കോട്ടെ അവിടെയുള്ള പലതരത്തിലുള്ള ഫാക്ടറീസിലും പല ഇത്തരം ആക്സിഡന്റുകൾ നിറയുന്ന അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയാ നമുക്ക് സുരക്ഷാ ക്രമീകരണങ്ങൾ ആവശ്യമുള്ള രീതിയിൽ വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യേണ്ട പല ഫാക്ടറീസ് ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ കൃത്യമായിട്ട് നിയമാനുസൃതമായിട്ട് ആ നാടിന്റെ നിയമത്തിന് വിധേയമായിട്ട് അവരെന്ത് ചെയ്യണം, ഓരോ രീതിയിലുള്ള സേഫ്റ്റി മെഷേഴ്സ് കൊടുക്കണം അവരുടെ എംപ്ലോയീസിന് എന്നാണ് എന്ത് പറയുന്നത്, സ്റ്റേറ്റിന്റെ ഓരോ നിയമം പറയുന്നത്. ഇപ്പൊ സെക്യൂരിറ്റി ഓഫ് വർക്കേഴ്സ് ഇൻ ദെയർ വർക്ക് പ്രെമിസസ്, വർക്ക് ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ അവിടുത്തെ എന്താ പറയാ പ്രെമിസസ് എന്ന് പറഞ്ഞാൽ എന്താ, പുരയിടം അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ചുറ്റുമുള്ള സ്ഥലം, അവിടെയൊക്കെ വെച്ചിട്ട് എംപ്ലോയീസിന് ഏതെങ്കിലും രീതിയിൽ അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെയൊക്കെ ഓവർകം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ അത്തരം ആക്സിഡന്റ്സിൽ നിന്നൊക്കെ ആളുകളെ സേഫ് ആക്കുന്ന രീതിയിലുള്ള എല്ലാ നിയമങ്ങളും എടുക്കണം. അത് നിയമാനുസൃതമാണ്, നിയമത്തിന് വിധേയമാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ ഇതിനു വേണ്ടിയിട്ട് പല ആക്ടുകളിലും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എംപ്ലോയി സേഫ്റ്റിയെ സംബന്ധിക്കുന്ന, എംപ്ലോയീസിന്റെ സേഫ്റ്റിക്ക് ഉറപ്പ് കൊടുക്കുന്ന പല നിയമങ്ങളും പല ആക്ടുകളും അതിനു വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സച്ച് ആസ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948, അതുപോലെ തന്നെ ഫാക്ടറീസ് ആക്ട് 1948,
അപ്രന്റീസസ് ആക്ട് 1961. ഈ ആക്ടുകളിലൊക്കെ എംപ്ലോയി സേഫ്റ്റിയെ കുറിച്ച് അനുശാസിക്കുന്നത്. അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്റ്റേറ്റിന്റെ നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓരോ എംപ്ലോയീസിനും അവരുടെ വർക്ക് പ്ലേസില് വർക്ക് പ്രെമിസസിൽ സേഫ് ആയിട്ട് ജോലി ചെയ്യാനുള്ള സാഹചര്യം സൗകര്യം ഒരുക്കി കൊടുക്കണം എന്നാണ്. ക്ലിയർ ആയോ? ലീഗൽ കംപ്ലയൻസ്, ലീഗലായിട്ടുള്ള നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും എന്ത് ചെയ്യുന്നുണ്ട്? എംപ്ലോയി സേഫ്റ്റിക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് നിയമാനുസൃതമായിട്ടും. ക്ലിയർ ആയോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? അതിലും ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. എംപ്ലോയി സേഫ്റ്റി കൺഫേംസ് ടു ഓൾ ദ ലോസ്, എല്ലാ നിയമങ്ങൾക്കുമായിട്ട് സെക്യൂരിറ്റി ഓഫ് വർക്കേഴ്സ് ഇൻ ദ വർക്ക് പ്രെമിസസ്, ജോലി ചെയ്യുന്ന ചുറ്റുപാടില് വർക്കേഴ്സിന്റെ സെക്യൂരിറ്റി എന്താ പറയാ നിയന്ത്രിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള നിയമങ്ങള് എംപ്ലോയി സേഫ്റ്റിയിൽ കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്ന നിയമങ്ങളും അനുശാസിക്കുന്നത് എവിടേക്കാ, അത് എവിടേക്കാണ് മെൻഷൻ ചെയ്തിരിക്കുന്നതെന്ന് ഇവിടെ ലാസ്റ്റ് സെന്റൻസ് പറയുന്നുണ്ട് കേട്ടാ. എക്സാമ്പിൾ എന്ന് പറഞ്ഞ സെന്റൻസ് തുടങ്ങി. എക്സാമ്പിൾ എന്ന് പറഞ്ഞു വേണ്ട, ഇങ്ങനെ മതി. സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ആർ ടേക്കൺ അപ്പ് ബൈ ഓർഗനൈസേഷൻ in order to meet the safety requirements mentioned in various employment laws. തൊഴിൽപരമായിട്ടുള്ള നിയമങ്ങൾ അടങ്ങുന്ന ആക്ടുകളാണ് ഈ പറഞ്ഞ ആക്ട് ഒക്കെ. ഏതൊക്കെയാ? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948, ഫാക്ടറീസ് ആക്ട് നമ്മൾ പറഞ്ഞത് 1948 തന്നെ, അപ്രന്റീസസ് ആക്ട് 1961. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? യെസ്. അപ്പൊ നമുക്ക് അടുത്തയിലേക്ക് പോകാം. ഇംപ്രൂവ്ഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, നല്ല രീതിയിലുള്ള എന്താ പറയാ വ്യാവസായിക ബന്ധങ്ങൾ ഉണ്ടാക്കാനായിട്ട് എംപ്ലോയി സേഫ്റ്റി കൊണ്ട് പറ്റും. എംപ്ലോയീസ് സേഫ് ആണ്, അല്ലെങ്കിൽ അവരുടെ ജീവന് അപകടമില്ല, ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതകളുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് അവർക്ക് ആ അപകടത്തെ ഇല്ലാതാക്കാൻ, അവോയ്ഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള പ്രിക്കോഷൻസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു നല്ല ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻ ആണ് എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കുക. ബിക്കോസ് എംപ്ലോയീസ് ബിലീവ് ദാറ്റ് ദേ ആർ സേഫ്, അവരുടെ ലൈഫ് സേഫ് ആണ്. ഞാനിവിടെ ജോലി ചെയ്താൽ വലിയ എന്താ പറയാ അപകടം നിറഞ്ഞ ജോലിയൊക്കെയാണ് ചെയ്യുന്നത്, പക്ഷെ എനിക്ക് പേടിക്കണ്ട, കാരണം അതിനുള്ള പ്രിക്കോഷൻസ് നമ്മുടെ ഓർഗനൈസേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഒരു വിശ്വാസം അങ്ങനെ വരും. അതുപോലെ തന്നെ അവരുടെ ഒരു എന്താ പറയാ ഒരു സൗഹാർദ്ദം, അതുപോലെ തന്നെ എംപ്ലോയി മാനേജ്മെന്റ് റിലേഷൻ, നല്ല രീതിയിലുള്ള സൗഹാർദ്ദം മാനേജ്മെന്റും അതുപോലെ എംപ്ലോയീസും ആയിട്ട് ഉണ്ടാകും. കാരണം നല്ല സേഫ്റ്റി മെഷേഴ്സ് ആണല്ലോ എംപ്ലോയർ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദേ ഫീൽ ദാറ്റ് ദേ ആർ സെക്യൂർഡ്. അവിടുത്തെ എംപ്ലോയീസ് എല്ലാം തന്നെ, അവിടുത്തെ വർക്ക് ഫോഴ്സ് എല്ലാം തന്നെ സെക്യൂർഡ് ആണ്, വർക്ക് പ്ലേസിൽ അവരെല്ലാം ഹെൽത്തി ആണ് എന്നുള്ള ഒരു ധാരണ എംപ്ലോയീസിന് കിട്ടുന്നു. അങ്ങനെ ഒരു ധാരണ വരുമ്പോ തന്നെ ആ നല്ലൊരു ബന്ധം വന്നു എംപ്ലോയിയും അതുപോലെ മാനേജ്മെന്റ് തമ്മിൽ. അല്ലാന്ന് എന്തായിരുന്നു ആലോചിച്ച് നോക്കിയേ, നമ്മൾ അപകടം നിറഞ്ഞ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, എപ്പോഴാ എന്താ സംഭവിക്കുകയെന്ന് പേടിച്ച് എപ്പോഴും ചെയ്യുന്നു. പക്ഷെ നമുക്ക് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല, നമ്മളെ നിർബന്ധിതരാണ്, നമുക്ക് ഒരു വരുമാന മാർഗം വേണം എന്ന് വിചാരിച്ച് നമ്മളത് ചെയ്യുന്നു. കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പേടിച്ച് പഠിക്കുകയാണെങ്കിലും ചെയ്യുന്നു. എപ്പൊ എന്ത് സംഭവിക്കുന്നു എന്നൊരു ധാരണയില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഒരു വരുമാനത്തിന് വേണ്ടി ചെയ്യാമെന്ന് വിചാരിക്കാം. പക്ഷെ അതൊരു എന്താ പറയാ ഒരു തരത്തിലുള്ള കടമ കഴിക്കൽ പോലെയാണ്. അവിടെ നോ റിലേഷൻ, ഗുഡ് റിലേഷൻ ബിറ്റ്വീൻ ദ എംപ്ലോയി ആൻഡ് മാനേജ്മെന്റ്. മാനേജ്മെന്റിനോട് വലിയ താല്പര്യമൊന്നും കാണില്ല. കാരണം എന്താ, അവരുടെ ലൈഫിനെ സെക്യൂർ ചെയ്തിട്ടില്ല. എംപ്ലോയീസ് വർക്ക് ചെയ്യേണ്ട ചില മെഷീൻസ് പോലെ കൺസിഡർ ചെയ്യുന്നു. എല്ലാ ഓർഗനൈസേഷൻസും ഇല്ല, ചില ഓർഗനൈസേഷൻസ്. ഇതൊക്കെ പണ്ടത്തെ കാര്യങ്ങളാണ് കുറെയൊക്കെ. ഇപ്പൊ അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. ഒരു എന്താ പറയാ പാർട്ടിസിപ്പേറ്റീവ് മോഡൽ ഓഫ് ഒരു മാനേജിങ് ആണ് എല്ലാ ഓർഗനൈസേഷനും നടത്തുന്നത്. അപ്പൊ അവരുമായിട്ട് കൂടിയാലോചിച്ച് അവരെ സെക്യൂർ ആക്കാൻ വേണ്ടിയുള്ള മെഷേഴ്സ് അവരെ കൊണ്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എടുത്ത് എന്ത് ചെയ്യുന്നു, പല കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് പല ഓർഗനൈസേഷനും. ഇന്നൊക്കെ പണ്ടത്തെ രീതിയിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെങ്കിലും there are some factories or industrial organizations which are like orthodox അല്ലെ, പണ്ടത്തെ രീതി തന്നെ ഫോളോ ചെയ്യുന്ന ഇത് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. എന്നാൽ മെജോറിറ്റി ഒക്കെ ഇതൊക്കെ ഇല്ലാതാക്കിയാണ് ഓർഗനൈസേഷനിലെ വർക്കേഴ്സിനെ അവരുടെ ഹെൽത്തിനെ സേഫ് ആക്കിയിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, അവരുടെ ലൈഫ് സേഫ് ആണ്, അവർ ഒരു നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മാനേജ്മെന്റുമായിട്ട് ഉണ്ട് എന്നൊക്കെ മനസ്സിലായി. ഞാൻ എന്റെ ലൈഫ് ഇവിടെ ഈ ഓർഗനൈസേഷനിൽ എത്ര അപകടകരം ജോലി ചെയ്യാനും തയ്യാറാണ്, ബിക്കോസ് മൈ ലൈഫ് ഈസ് സേഫ്, അല്ലെങ്കിൽ എന്റെ ലൈഫ് സെക്യൂർ ആകുന്ന രീതിയിലുള്ള പ്രിക്കോഷൻസ് ഇവിടെ എടുക്കുന്നുണ്ടെന്നൊക്കെ വരുമ്പോ എംപ്ലോയീസിന് ഒരു ഫീലിംഗ് ഉണ്ടാകും. ദേ വിൽ ഹാവ് പോസിറ്റീവ്, അവർക്ക് ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ്, അവർക്ക് ഒരു എന്താ പറയാ മോട്ടിവേഷൻ ആണ് എംപ്ലോയീസിന്. നമുക്ക് ഓർഗനൈസേഷനിൽ നിന്ന് കിട്ടുന്ന ആ ഒരു
നല്ല രീതിയിലുള്ള ഒരു മാനേജിങ് രീതിയാണ്. അപ്പൊ നമുക്കൊരു സ്വയം പോസിറ്റീവ് ആകാൻ ശ്രമിക്കും, നമ്മൾ മോട്ടിവേറ്റഡ് ആകാൻ ശ്രമിക്കും, കൂടുതൽ കാലം ആ ഓർഗനൈസേഷനിൽ നിലനിൽക്കാൻ നോക്കും, ഓർഗനൈസേഷന്റെ ഇമേജിനെ വർദ്ധിപ്പിക്കാൻ നമ്മൾ എന്താ പറയാ നമ്മളും കാരണമാകും, അല്ലെങ്കിൽ നമ്മളും അതിനുവേണ്ടി പ്രവർത്തിക്കും. ഇഫ് ദർ ഈസ് പീസ്ഫുൾ ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, അവിടെ നിന്നുള്ള സമാധാനപൂർണമായ ഒരു ബന്ധങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് വർദ്ധിപ്പിക്കാനായിട്ട് നമ്മുടെ എംപ്ലോയി സേഫ്റ്റിക്ക് സാധിക്കുമെന്നാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെന്ന് നോക്ക്. എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാട്ടാ. അതില് ഫസ്റ്റും സെക്കൻഡും സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ആ ഒരു പാരഗ്രാഫില്, ആദ്യത്തെ പാരഗ്രാഫില് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. അടുത്ത പറയട്ടെ, അടുത്ത പോയിന്റ്. യെസ്, നെക്സ്റ്റ് സിക്സ്ത് ഇമ്പോർട്ടൻസ് ആണ് എംപ്ലോയി സേഫ്റ്റിയുടെ ആറാമത്തെ പ്രധാനപ്പെട്ട കാരണം ഫോർമലൈസിംഗ് ദ സേഫ്റ്റി പ്രോസസ് ആൻഡ് പ്രോഗ്രാം. അതായത് എംപ്ലോയി സേഫ്റ്റി ആണ്, അല്ലെങ്കിൽ എംപ്ലോയി സേഫ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എംപ്ലോയേഴ്സ് ആർ ഏബിൾ ടു ഗൈഡ് ദ എംപ്ലോയീസ്. അതായത് എംപ്ലോയർമാർക്ക് ഓരോ വർക്കേഴ്സിനെ, എംപ്ലോയീസിനെ ഒക്കെ എന്ത് ചെയ്യാം, അവർക്ക് സ്വയം അവരെ ഗൈഡ് ചെയ്യാൻ പറ്റും. എംപ്ലോയർമാരെ, എംപ്ലോയീസിനെ ഗൈഡ് ചെയ്യുക, അതായത് അവിടുത്തെ കൃത്യമായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത്, അല്ലെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ ഇത് ഫോളോ ചെയ്യണം എന്നുള്ള രീതിയിൽ അവരെ ഗൈഡ് ചെയ്ത് പ്രോപ്പർ വേയിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവരുടെ ജോലി ചെയ്യിപ്പിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഒരു ബോധവൽക്കരണം പോലെ അങ്ങനത്തെ ചില പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്ത്, അതല്ലെങ്കിൽ അവരെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയാ അവയർനെസ് പ്രോഗ്രാമുകളാണ്. അതായത് നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കാതെ നിങ്ങൾ ജോലി ചെയ്താൽ പല അപകടങ്ങളും ഉണ്ടാകും എന്നുള്ള ചില പ്രോഗ്രാമുകളൊക്കെ അവരെ കാണിക്കുക, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇതൊക്കെ എന്താ പറയാ ഒരു നല്ല രീതിയിലുള്ള സേഫ്റ്റി പ്രോസസ്സുകൾ ആണ്. അതും എംപ്ലോയി സേഫ്റ്റിക്ക് വേണ്ടി ആണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എംപ്ലോയി സേഫ്റ്റിയുടെ മറ്റൊരു പ്രാധാന്യം ഇതിനുണ്ട്. സേഫ്റ്റി പ്രോസസ് പ്രോഗ്രാമുകളൊക്കെ ഫോർമലൈസ് ചെയ്യുക ബൈ ദ എംപ്ലോയർ. എംപ്ലോയർ അതിന് വേണ്ടിയിട്ടുള്ള പല പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യുന്നു. അത് എംപ്ലോയീസിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രത്യേക രീതിയിൽ ഗൈഡ് ചെയ്ത് നിയന്ത്രിച്ച് ഇന്ന കാര്യങ്ങളൊക്കെ മെഷേഴ്സ് ഒക്കെ എടുത്ത് നിങ്ങളുടെ ജോലികൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് എംപ്ലോയർമാര് എംപ്ലോയീസിന്റെ പേരിൽ പറഞ്ഞു കൊടുക്കുന്നതും അവർക്ക് അവയർനെസ് കൊടുക്കുന്നതും. അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? യെസ്. അടുത്തത് ഇംപ്രൂവ്സ് പ്രൊഡക്ടിവിറ്റി. ഇനി എംപ്ലോയീസിന്റെ സേഫ്റ്റിയുടെ മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത് എന്താ പറയാ, എംപ്ലോയിക്കും അവിടുത്തെ ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക. മീൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന മെഷീൻസ് ഒക്കെ നമ്മളത് വളരെ കൃത്യതയോടെ സേഫ് ആകുന്ന രീതിയിൽ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്ലാന്റ്സ്, അതായത് അവിടുത്തെ പ്ലാന്റ് മെഷീനറിക്ക് എന്ത് ചെയ്യും, വളരെ എഫിഷ്യന്റ് ആയിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യും. നമുക്കത് കാരണം ആ ഒരു മെഷീനറി നമുക്ക് ജോലി ചെയ്യുമ്പോൾ അതിന് പ്രിക്കോഷൻസ് എടുക്കാതെ എന്താണോ അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് എടുത്തിട്ട് വേണം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട് മാനേജ്മെന്റോ അല്ലെങ്കിൽ എംപ്ലോയറോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആ പ്ലാന്റ് നമുക്ക് നല്ല രീതിയിൽ അതിനെ ഉപയോഗിക്കാൻ പറ്റും. വളരെ ഇഫക്റ്റീവ് ആയിട്ട് അതിനെ ഉപയോഗിച്ച് നമ്മുടെ ജോബ് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്ത് ചെയ്യും, നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ ഇറ്റ് വിൽ ബ്രിങ് മോർ പ്രൊഡക്ഷൻ. അത് കൂടുതൽ ഉത്പാദനം കൊണ്ടുവരും. കൂടുതൽ ഉത്പാദനം കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഇമ്പ്രൂവ്മെന്റ്, നമ്മുടെ വർക്ക് ഇമ്പ്രൂവ് ആകും, നമ്മുടെ വർക്കിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ്ഡ് ആകും. അതുപോലെ തന്നെ നമ്മൾ സെക്യൂർഡ് ആണ്. നമ്മുടെ താല്പര്യങ്ങളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണ്ട, വറി ചെയ്യണ്ട. അയ്യോ ഞങ്ങള് സേഫ് ആണോ, സെക്യൂർ ആണോ, അങ്ങനെയൊന്നും വേണ്ട. കാരണം അവിടുത്തെ പ്ലാന്റ് മെഷീനറി ഒക്കെ വളരെ കൃത്യമായിട്ട് സേഫ് ആകുന്ന രീതിയിലാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് കൂടുതൽ നമുക്ക് എന്താ പറയാ കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാനും നമുക്ക് പേടിയില്ലാതെ അതിനെയൊക്കെ ഉപയോഗിക്കാനും കൈകാര്യം ചെയ്യാനും വർക്കേഴ്സിന് സാധിക്കും. ക്ലിയർ ആയോ? ഇംപ്രൂവ്സ് പ്രൊഡക്ടിവിറ്റി. ക്ലിയർ ആണല്ലോ? യെസ്. അതൊക്കെ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ആ പോയിന്റുകൾ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് സേഫ് ആണെങ്കിൽ തീർച്ചയായിട്ടും മെഷീൻസ് ഒക്കെ എങ്ങനെ വേണമെങ്കിലും അവർക്ക് കൈകാര്യം ചെയ്യാം. കാരണം ആ മെഷീൻസിൽ നിന്ന് അപകടങ്ങൾ ഉണ്ടാകുന്നില്ല. ഉണ്ടാകാനുള്ള പ്രിക്കോഷൻസ് നമ്മൾ എംപ്ലോയീസിനെ കൊണ്ട് എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ ഈ കമ്പ്യൂട്ടർ മുമ്പിൽ ഇരിക്കുകയാണ്, ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള ഈ കമ്പ്യൂട്ടർ അല്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെഷീൻ ആണെന്ന് വിചാരിക്കുക,
ഇതിലെവിടെയെങ്കിലും തൊട്ടാൽ ചിലപ്പോൾ എന്തെങ്കിലും അപകടം ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ അപകടത്തെ തരണം ചെയ്യാനുള്ള എന്തെങ്കിലും പ്രിവെന്റീവ് മെഷേഴ്സ് എടുത്തിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതെങ്കിൽ എനിക്ക് പേടിയില്ലാതെ ഈ മെഷീന്റെ മുമ്പിൽ ഇരിക്കാം. അതേസമയം എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുമെന്ന് പേടിച്ചാകുമ്പോ എന്താ, ഒരു നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ ഈ മെഷീൻ പ്രവർത്തിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എനിക്ക് പേടിച്ചല്ലേ. അതുപോലെ തന്നെ പെർഫോമൻസ് കുറയും, അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി കുറയും. അപ്പൊ അതൊക്കെ കുറയും. അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ എന്താ പറയാ, എംപ്ലോയീസ് സേഫ് ആയിരിക്കണം. എംപ്ലോയി സേഫ് ആണെന്നുള്ള ഒരു ധാരണ മനസ്സിൽ വന്നാൽ മെഷീൻസ് അവിടെ നമ്മളെ ചതിക്കില്ല, മെഷീൻസിൽ നിന്ന് നമുക്ക് അപകടങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള ഒരു ധാരണയൊക്കെ വന്നു കഴിയുമ്പോൾ ഇറ്റ് ഇൻക്രീസസ് ദ എഫിഷ്യൻസി ഓഫ് ദ മെഷീൻസ് ആൻഡ് ഓൾസോ ഇറ്റ് ഇംപ്രൂവ്സ് ദ പ്രൊഡക്ടിവിറ്റി. അത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കും. ആൻഡ് ദ ലാസ്റ്റ് വൺ, ബൂസ്റ്റ് എംപ്ലോയി മൊറൈൽ. ബൂസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, വർദ്ധിപ്പിക്കുക അല്ലെ. എംപ്ലോയി മൊറൈൽ എന്താ, മൊറൈൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, വളരെ ഹാപ്പി ആൻഡ് എൻതൂസിയാസം അല്ലെ, വളരെ എന്താ പറയാ സന്തോഷത്തോടെ, വളരെ എനർജറ്റിക് ആയിട്ട്, വളരെ സ്മാർട്ട് ആയിട്ടൊക്കെ എല്ലാ ജോലികളും ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഒരു നല്ല ഒരു എംപ്ലോയി സേഫ്റ്റിക്ക് എന്താ പറയാ, നല്ല രീതിയിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ, ഹാപ്പിനെസ് എംപ്ലോയീസിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ പേടിച്ച് ചെയ്യുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവില്ല. അവരുടെ ആ ഒരു എല്ലാ മൂല്യങ്ങളെ അവർക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അവരെപ്പോഴും എന്താ പറയാ, അവര് ഇങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കും. അവർക്ക് എന്തെങ്കിലും ഈ മെഷീൻസ് ഉപയോഗിച്ച് എന്തെങ്കിലും അപകടം പറ്റിയ ഞാനും എന്റെ ഫാമിലിയൊക്കെ എന്ത് ചെയ്യും, ആ ചിന്തയൊക്കെ അല്ലെ. അപ്പൊ അവർക്ക് അതിനെ കുറിച്ചുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ അത്തരം സഫറിങ്സിനെ കുറിച്ചിട്ടുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ വേദനകളെ കുറിച്ച്, യാതനകളെ കുറിച്ചിട്ടുള്ള ഓർമ്മകളൊക്കെ ഈ എംപ്ലോയീസിന്റെ ഇടയിൽ വരും. അങ്ങനെ പല ആക്സിഡന്റുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ മാനേജേഴ്സ് ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് their employees are not exposed of this suffering. ഇതുപോലെയുള്ള യാതനയും വെച്ചിട്ടാണ് എംപ്ലോയീസ് ജോലി ചെയ്യുന്നത് എന്ന് നോക്കണം എംപ്ലോയർമാര്. അവര് മാനേജേഴ്സ് നോക്കണം, ഇവർക്ക് ഇങ്ങനെയുള്ള പേടിയോ അങ്ങനെയുള്ള വിഷമങ്ങളോ എംപ്ലോയീസിനുണ്ടോ എന്നുള്ളത് നോക്കുക, അന്വേഷിക്കുക, അത് ഉറപ്പ് വരുത്തുക. അങ്ങനെ ഇല്ല എന്ന് ഉറപ്പ് വരുന്നത്. അവർക്ക് എന്തെങ്കിലും അങ്ങനത്തെ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന മെഷീൻ ഉപയോഗിച്ച് ഞങ്ങൾക്ക് പേടിയുണ്ട്, അത് വെച്ച് ജോലി ചെയ്യാൻ. കാരണം എനിക്ക് എന്റെ വീടും കുടുംബമൊക്കെ ഉള്ളതാ അല്ലെ. അപ്പൊ അവർക്ക് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് ആരും ഇല്ലാതായി പോകും. അല്ലെങ്കിൽ അവര് ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ പോലും അവർക്ക് വേറെ എവിടെയും പോകാനില്ല. ചിലപ്പോ ഭാര്യ കൊച്ചുകുട്ടികളൊക്കെ മാത്രമുള്ള ഒരു ആളാന്ന് വിചാരിക്കുക, ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യാണ്, അപകടം എന്ന് പറഞ്ഞ ജോലി. അപ്പൊ ആൾക്ക് പേടിയായിരിക്കും, എന്തെങ്കിലും ചെയ്യുമ്പോ ഒക്കെ പേടിയാണ്. കാരണം എന്താ, തന്റെ കുടുംബത്തെയാണ് ആളുടെ മനസ്സിൽ എപ്പോഴും ഓർക്കുക. ആ ജോലി ചെയ്ത് പെട്ടെന്ന് അതിൽ നിന്നും എന്തെങ്കിലും ഉണ്ടായി അപകടത്തെ അവർക്ക് ആരാണുള്ളത് എന്ന് വെച്ചാൽ ആ പെയിനും സഫറിങ്സും കൊണ്ട് ജോലി ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പെർഫോമൻസ് നന്നാവില്ല. ഓക്കെ, അതേസമയം അവർക്ക് ഒരു സെക്യൂരിറ്റി സേഫ്റ്റി ബോധ്യം വന്നു, എന്ത് വന്നാലും കുഴപ്പമില്ല, കാരണം ഇതിൽ നിന്നും എനിക്ക് യാതൊരു അപകടം ഉണ്ടാകാത്ത രീതിയിൽ എംപ്ലോയർ നമ്മളെ സേഫ് ആൻഡ് സെക്യൂർ ആക്കിയിട്ടുണ്ട്. അത് മേക്ക് ഷുവർ ചെയ്യേണ്ടത് മാനേജേഴ്സിന്റെ കടമയാണ്. വർക്കേഴ്സ് ഫാക്ടറിയിൽ വരുന്നത് യൂഷ്വലി ദേ ആർ കമ്മിങ് ടു ദ ഓർഗനൈസേഷൻ ഓർ ടു ദ ഫാക്ടറി. They are the bread earners of their families. Because എന്താ, അവര് വരുന്ന ഇതുപോലെ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ജോലിക്ക് വരുന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടില് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ അവരുടെ ക്ഷേമം, അവരുടെ വെൽഫെയർ എന്ന് പറയുന്നതും അവരുടെ ഫാമിലിയുടെ ജോയ്സ്, ഹാപ്പിനെസ്, ഇതെല്ലാം ഈ ആളിലാണ് ആശ്രിതമായിട്ടിരിക്കുന്നത്. അപ്പൊ ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇറ്റ് വിൽ കോസ് എ ബിഗ് ഡേഞ്ചർ ടു ദ ഫാമിലി. അവരുടെ വീടിന്, അവരുടെ ഫാമിലിക്ക്, കുടുംബത്തിനാണ് വലിയ നഷ്ടവും ഇതൊക്കെ സംഭവിക്കുക. അപ്പൊ അത് ഇല്ലാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം, എംപ്ലോയീസിന് നല്ല ഗുഡ് ആയിട്ടുള്ള നല്ല അവരുടെ മൂല്യങ്ങളെ അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ ഹാപ്പിനെസ്, അവരുടെ സന്തോഷം, ഇതിനെയൊക്കെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒന്നാണ് എംപ്ലോയി സേഫ്റ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സോ ദീസ് ആർ ദ 8 ഇമ്പോർട്ടൻസുകളാണ് എംപ്ലോയി സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നത്. അതിനകത്ത് ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഒരെണ്ണമല്ല, എംപ്ലോയി സേഫ്റ്റി ഈസ് വാല്യൂഡ് ഓൺ മോറൽ ഗ്രൗണ്ട്സ് ആസ് വെൽ. മോറൽ ഗ്രൗണ്ട്സ് വരെ മതി, ആസ് വെൽ വേണ്ട. പിന്നെ അടുത്തത്, മാനേജേഴ്സ് നീഡ് ടു എൻഷുർ ദാറ്റ് ദ എംപ്ലോയീസ് ആർ നോട്ട് എക്സ്പോസ്ഡ് ടു സഫറിങ്സ്. ദിസ് വേണമെന്നില്ല കേട്ടോ, ദിസ് വേണ്ട. പല രീതിയിലുള്ള പെയിൻസ്, സഫറിങ്സുമായിട്ടാണ് എംപ്ലോയീസ് ജോലിക്ക് വരുന്നത്. അങ്ങനെ വരാൻ പാടില്ല. ഇതൊന്നും ഇല്ലാത്തവരാണ് എന്ന് മേക്ക് ഷുവർ ചെയ്യാം. ആർ നോട്ട് എക്സ്പോസ്ഡ് ടു സഫറിങ്സ്. എന്റെ ഓർഗനൈസേഷനിൽ, എന്റെ ഫാക്ടറിയിൽ ജോലിക്ക് വരുന്ന എംപ്ലോയീസ് എല്ലാം തന്നെ അവർക്ക് യാതൊരു അത്തരം വേദനകളോ അല്ലെങ്കിൽ സഹനങ്ങളോ അല്ലെങ്കിൽ വലിയ പേടിയോ അതൊന്നും ഇല്ലാത്തവരാണെന്ന് ഉറപ്പുവരുത്തണം.
ആൻഡ് ലാസ്റ്റ് സെന്റൻസും കൂടി അണ്ടർലൈൻ ചെയ്യണം. അപ്പൊ 3 സെന്റൻസ് ആണ് ഈ 8ാമത്തെ പോയിന്റിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്യണേട്ടാ. 3 പോയിന്റ്. ചെയ്തോ അണ്ടർലൈൻ ചെയ്തോ? Yes, so that was the end of the chapter. നമ്മള് ഗ്രീവാൻസ് ഹാൻഡ്ലിംഗ്, എംപ്ലോയി സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഡിസിപ്ലിൻ ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൊഡ്യൂളില് എന്താ പറയാ, ഗ്രീവാൻസ് ഹാൻഡ്ലിംഗ്, ഗ്രീവാൻസ്, ഡിസ്കണ്ടന്റ്മെന്റ്, ഡിസാറ്റിസ്ഫാക്ഷൻ, എംപ്ലോയീസിന്റെ പരാതികൾ, പരിഭവങ്ങളുടെ, അവരുടെ തൃപ്തിക്കുറവ്, എംപ്ലോയി ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന അത്തരം പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ. അതുപോലെ തന്നെ അതിൽ നിന്നും ഉടലെടുക്കാവുന്ന ഒരു കാര്യമാണ് ഡിസിപ്ലിൻ. ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് എപ്പോഴും അവിടുത്തേതായ അടുക്കും ചിട്ടയും അച്ചടക്കവും പാലിക്കണം. അത് ഡിസിപ്ലിൻ. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ചില എംപ്ലോയീസ് അല്ലെങ്കിൽ എംപ്ലോയി ഉണ്ടാകും, അത് ഇൻഡിസിപ്ലിൻ. ആ ഒരു കാര്യം പഠിച്ചു. 3 പിന്നെ എംപ്ലോയി ഹെൽത്ത്, എംപ്ലോയി സേഫ്റ്റി. അപ്പൊ ഈ 5 ഗ്രൗണ്ട്സ് ആണ് ഈ ഒരൊറ്റ ചാപ്റ്ററിൽ നമുക്ക് ഉള്ളത്. ഒരു മൊഡ്യൂൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു മൊഡ്യൂളില് 5 കാര്യങ്ങളാണ് ഡിഫറെന്റ് ടോപ്പിക്സ് ആയിട്ട്, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒറ്റ കാര്യമാണ്, അതുകൊണ്ട് അത് ഒരൊറ്റ ചാപ്റ്ററിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിലും എന്താ പറയാ, അതിനകത്ത് ഈ പറയുന്ന മൊഡ്യൂൾസിനകത്ത് വരുന്ന ഓരോ യൂണിറ്റ് ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുകയും ചെയ്യും. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. നമുക്കറിയാം, ഏത് ഓർഗനൈസേഷനിലും ജോലിക്ക് വരുന്ന എംപ്ലോയീസ്, അവരെ നമ്മൾ വളരെ നല്ല രീതിയിൽ പരിഗണിക്കേണ്ടതാണ്, ഓരോ മാനേജേഴ്സും അല്ലെങ്കിൽ ഓണേഴ്സും ഒക്കെ. കാരണം അവര് എന്ന് പറയുന്നത് ജോലിക്ക് വരുമ്പോ അവര് വെറും ജോലിക്കാരായിട്ടല്ല കാണേണ്ടത്, അല്ലെ? അവരെ ഹ്യൂമൻ ബീങ് ആയിട്ട് കാണണം. അവര് മെഷീനറി അല്ല, അവര് ഹ്യൂമൻ ബീങ് ആണ്. അവര് ഓർഗനൈസേഷന്റെ അസറ്റ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുക, അതൊക്കെയാണ്. അപ്പൊ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും പരിഭവങ്ങളും പരാതികളും ഒക്കെ നേരത്തെ തന്നെ കണ്ടെത്തി അതൊക്കെ മാറ്റി മുന്നോട്ട് കൊണ്ടുപോയാലാണ് they can get good results from the employees. എംപ്ലോയീസിൽ നിന്ന് നല്ല രീതിയിലുള്ള ഔട്ട്കംസ്, റിസൾട്ടുകൾ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. കുറെ ആൾക്കാരെ ജോലിക്ക് നിർത്തിയിട്ട് അതില് പകുതി മുക്കാലും പേരും ആത്മാർത്ഥമായി കമ്മിറ്റ്മെന്റോടെ ജോലി ചെയ്യുന്നു. ഒരു 1/4 ആൾക്കാർ മനസ്സിൽ മുഴുവനും മാനേജ്മെന്റിനോടുള്ള ദേഷ്യം, വെറുപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് കൊണ്ടുനടക്കുന്നു. ശമ്പളം അവർക്ക് കൊടുക്കേണ്ടി വരും, അവർക്കും കൊടുക്കണം. കാരണം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, ഡെയിലി വരുന്നു. അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ, അവരുടെ മാസത്തിലെ മന്ത്ലി അവരുടെ പെർഫോമൻസ് ബേസ് അല്ല, വരുന്ന ആ ഒരു ഇതനുസരിച്ചിട്ടാണ് ഇപ്പോ വേജസും സാലറിക്കും ആൾക്കാർക്ക് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ കൊടുക്കേണ്ടി വരുമ്പോ അതൊക്കെ വെറും എന്താ പറയാ, പാഴ്ചെലവുകളാണ്, അല്ലെ? കാരണം എന്താ, അവിടെ നിന്ന് ഇഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി ഇല്ല. ബിക്കോസ് അവരുടെ മനസ്സിലെപ്പോഴും എന്താ പറയാ, പെർഫോമൻസ് നന്നാക്കണമെന്നോ അല്ലെങ്കിൽ ഞാൻ എന്തിന് ഇത്രയും ആത്മാർത്ഥമായി ജോലി ചെയ്യണമെന്നൊക്കെ ഉള്ള ചിന്തയാണ്. കാരണം മാനേജ്മെന്റിന്റെ പല കാര്യങ്ങളോട് യോജിക്കാതെ ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസും ഉണ്ടായിരിക്കും. അപ്പൊ പ്രൊഡക്ടിവിറ്റി ഇല്ലാതെ എംപ്ലോയീസിന് എന്താ പറയാ ശമ്പളം കൊടുക്കുമ്പോൾ അതൊരു അധിക ചെലവാണ്, അല്ലെ? അത്തരം അഡീഷണൽ കോസ്റ്റുകളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് എംപ്ലോയി എന്താണ് ഗ്രീവാൻസുകളൊക്കെ ഒഴിവാക്കി എംപ്ലോയി ഡിസിപ്ലിൻഡ് ആയിട്ട് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ നല്ല പ്രൊഡക്ഷൻ ഉണ്ടാക്കാനും സാധിക്കും. അതനുസരിച്ച് അവരുടെ പെർഫോമൻസ് വർദ്ധിക്കും. അതനുസരിച്ച് ഓർഗനൈസേഷന്റെ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. നല്ല പ്രോഫിറ്റബിലിറ്റി നേടാൻ സാധിക്കും. നല്ലൊരു ഗുഡ് വില്ലും ഓർഗനൈസേഷന് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതൊരു ചെയിൻ പോലത്തെ പ്രോസസ്സാണ്. അതിന്റെ അറ്റത്ത് വരെ എത്തണമെങ്കിൽ ഏറ്റവും അടിയിൽ കിടക്കുന്ന വർക്കേഴ്സ്, എംപ്ലോയീസിൽ നിന്നും തുടങ്ങണം. അപ്പൊ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തുടങ്ങി ക്ലിയർ ചെയ്ത് അതിന്റെ ടോപ്പിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ ഈ ചാപ്റ്ററിൽ? ഇനി നമുക്ക് എന്താ പറയാ, പഠിക്കാൻ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് എന്താ പറയാ എളുപ്പമാണ് പറഞ്ഞു കഴിഞ്ഞാൽ. എളുപ്പല്ലേ എന്ന് പറഞ്ഞേ, ആത്മാർത്ഥമായിട്ടൊന്ന് പറയോ? എളുപ്പാണോ? എളുപ്പമാണ്, പക്ഷെ കുറെ പഠിക്കാൻ, കുറെ ടോപ്പിക്സ് ഉണ്ട്. അതന്നെ, അതായത് പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മളുടെ വേറെ രീതിയിലുള്ള എക്സാം ആയിരുന്നെങ്കിൽ, അതായത് ഇതുപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ല, പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ മിക്കതും ഇതുപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും എക്സാംസ് വരുന്നത്. അതെല്ലാം നമ്മളിപ്പോ ഡിഗ്രിക്ക് പഠിക്കുന്ന പോലെ എന്താ പറയുക, മാർക്കിന്റെ പേപ്പർ 2 വെയിറ്റേജില് 4 വെയിറ്റേജില് അങ്ങനെയൊക്കെയുള്ള വെയിറ്റേജ് മാർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മാർക്സോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ അതൊക്കെ എഴുതാനായിട്ട് പറ്റുമായിരുന്നു. റൈറ്റ്? ശരിയല്ലേ? അതൊക്കെ പറ്റും. പക്ഷെ നമ്മളുടെ പ്രൊഫഷണൽ കോഴ്സുകളുടെ എക്സാംസിന്റെ കാര്യം ഇങ്ങനെയാണ്. മിക്കതും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടിയൊക്കെ നന്നായിട്ട് കുറച്ചുകൂടി സമയമുണ്ട്. നിങ്ങളുടെ മെയിൻ എക്സാമിന് നിങ്ങൾക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ.
അപ്പൊ അതിലേക്ക് വരുമ്പോഴേക്കും ഓരോ ദിവസം ടൈമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സമയം കണ്ടെത്തി ഒന്ന് പഠിച്ച് ഇതാക്കാൻ നോക്കാട്ടാ. നമുക്ക് നാളെ കാണാം. നാളെ ഞാൻ വീണ്ടും വരും. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ നാളെ ലാസ്റ്റ് ക്ലാസ്സിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എനിക്ക് നാളെയാണ് ആക്ച്വലി എന്റെ ക്ലാസ് വരുന്നത്. ഇത് അപർണ മിസ്സിന്റെ ക്ലാസ് ആയിരുന്നു. അപ്പൊ ടീച്ചർ ഇന്ന് ഹാഫ് ഡേ ഇല്ല, അതുകൊണ്ടാണ്. ടീച്ചർ നെക്സ്റ്റ് മൺഡേ ട്യൂസ്ഡേ കൂടെ അടുപ്പിച്ചെടുത്ത് ടീച്ചറിന്റെ ഭാഗം ഇങ്ങോട്ട് എടുക്കാൻ ഉള്ളത് തീർത്തോളും. ഓക്കെ, ടെൻഷൻ പഠിക്കണ്ട. നിങ്ങള് നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ട് എക്സാംസ് എഴുതാം. ഓക്കെ, അപ്പൊ നാളെ കാണാം. സീ യു. താങ്ക് യു മാം.